നമുക്കെന്നാ തുടങ്ങാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ബാക്കിയുള്ളവർ കയറും പ്രതീക്ഷിക്കാം. നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടുണ്ടെങ്കിൽ കയറാൻ പറഞ്ഞേ പെട്ടെന്ന്. ആൻഡ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബിൽഡിംഗ് എ റിയൽ വേൾഡ് എ അസിസ്റ്റന്റ് ആണ്. നമ്മളൊരു അസിസ്റ്റന്റ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കുറച്ചുകൂടി പ്രാക്ടിക്കലാണ്. അപ്പൊ മാക്സിമം ലാപ്പൊക്കെ എടുത്ത് വെക്കുക. പിന്നെ അറിയാലോ, സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് ജോലിയിലൊക്കെ. അപ്പൊ ആദ്യമുള്ള ആൾക്ക് ഇന്നത്തെ ടാസ്ക്, ഏറ്റവും ആദ്യമുള്ള ആൾക്ക് ജോലിയിലൊക്കെ ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ അതേ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നിങ്ങൾ ഡേ 1 മുതലുള്ള ടാസ്കുകളെല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് നിങ്ങൾ ഇന്നത്തെ ടാസ്ക് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവണം. ജസ്റ്റ് ഇന്നത്തെ ടാസ്ക് കറക്റ്റ് അല്ല, ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇട്ടാലും നിങ്ങളുടെ ടാസ്ക് കംപ്ലീറ്റഡ് അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. ആദ്യം കറക്റ്റ് ആയിട്ട് ആദ്യം ഇടുന്ന ആൾക്കേ കിട്ടുള്ളൂ. പിന്നെ ഈ ഒരു കണ്ടീഷൻസും ബാക്കി 4. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് സെഷന് കയറുന്നവർക്ക്, അതായത് ഇപ്പൊ ഈ ഇടയ്ക്ക് വെച്ച് ഏതെങ്കിലും സെഷൻ വിട്ടുപോയി, അന്നത്തെ ടാസ്ക് ചെയ്യാൻ പറ്റിയില്ല, ഇപ്പൊ ഡേ 3 ടാസ്ക് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അപ്പൊ ഇനി എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടൂലേ, അങ്ങനെ ചോദിച്ചവരുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ സെഷൻ. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇന്ന് സെഷന് കയറുന്നവർക്ക് വേണമെങ്കിൽ ഞാനത് ഓപ്പൺ ആക്കി കൊടുക്കാം. ഇനിയിപ്പൊ ഏതെങ്കിലും ടാസ്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഓപ്പൺ ആക്കി കൊടുക്കാം. ഹലോ, എന്തെങ്കിലും ചോദിക്കാൻ പോകുന്നതാണോ? അപ്പൊ ഇതില് ആരെങ്കിലും ഡേ 4 എല്ലാവരും തീർക്കാം. ഡേ 4 ആരെങ്കിലും തീർക്കാനുണ്ടെങ്കിൽ ഡേ 4 ടാസ്ക്. ഡേ 4 കുറെ പേര് ചെയ്തിട്ടില്ല, കുറച്ച് പേര് ചെയ്തിട്ടുള്ളൂ. ഡേ 4 ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യും. അത് നിങ്ങൾക്ക് ഡൗട്ട് വന്നിട്ടാണ്, ജസ്റ്റ് നോക്കട്ടെ. ഹാൻഡ് റൈസ് തന്നെ വെക്കി, കളയരുത്. ചെയ്യാത്ത ഡേ 4 ജസ്റ്റ് നിങ്ങളെല്ലാരും ഇല്ലേ, നിങ്ങൾ ഏതൊക്കെ ടാസ്ക് ആണ് ചെയ്യാത്തതെന്നൊന്നും ഇതിലിടും ചാറ്റിൽ. അതായത് നിങ്ങളുടെ പേര്, പിന്നെ ഏതൊക്കെ ടാസ്ക് ചെയ്തിട്ടില്ല അന്ന് എന്ന് പറഞ്ഞ ജസ്റ്റ് ഒരു ഇത് ചെയ്യൂ. പിന്നെ നിങ്ങളുടെ മെയിൽ ഐ ഡി ഇട്ടാ, മെയിൽ ഐ ഡിയും കൂടെ വേണേ. നിങ്ങളുടെ നെയിം, മെയിൽ ഐ ഡി, ഏതൊക്കെ ടാസ്ക് ചെയ്തിട്ടില്ല ചാറ്റിൽ ഇടുന്ന ഒന്ന്. എല്ലാ ടാസ്കും ചെയ്തവർ എത്ര പേരുണ്ട്? ഡേ 1 മുതൽ ഡേ 4 വരെ ടാസ്ക് ചെയ്തു. ബാക്കി എല്ലാവരും കൈതാത്തിക്കോ. ഡേ 1 മുതൽ ഡേ 4 വരെ എല്ലാ ടാസ്കും കറക്റ്റ് ആയിട്ട് ചെയ്തവരും 13, 15, 16, 17, 16, 17. ഓക്കെ, ഇത്രയും പേരുണ്ട് അല്ലെ? 17 പേരുണ്ട്. അപ്പൊ 17 പേര് തമ്മിലാണ് കോമ്പറ്റീഷൻ. ജോയിലെ, ഇപ്പൊ ഇതിനകത്ത് ഡേ 4 വരെ ചെയ്തവര് എത്ര പേരുണ്ട്? അതായത് സോറി, ഡേ 3 വരെ 4 മാത്രം വിട്ടുപോയി, അങ്ങനെയുള്ളവര്. ബാക്കിയുള്ളവരെല്ലാം എന്തായിരിക്കും? ഡേ 4 മാത്രം വിട്ടുപോയി, ബാക്കി എല്ലാം ചെയ്ത് ഡേ 1, ഡേ 2, ഡേ 3 ചെയ്തു. ഓക്കെ, ഇത്രയും പേരുണ്ടല്ലേ? ജോയിലെ, എന്താ ഇവർക്കൊരു ചാൻസ് കൊടുക്കണം. അതായത് കൊഴപ്പില്ല. ഡേ 4 മാത്രമേ ചെയ്യാണ്ടുള്ളൂ, ബാക്കി ഡേ 1, ഡേ 2, ഡേ 3 ഒക്കെ ചെയ്തേക്കണം. അവർക്ക് മാത്രം ചാൻസ് കൊടുത്തേക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ തമ്മിലാണ് ഇന്ന് കോമ്പറ്റീഷൻ. ഇന്നത്തെ സർപ്രൈസ് ഗിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ, ഇന്നത്തെ ടാസ്ക്. കോമ്പറ്റീഷനിൽ ഇന്നത്തെ ടാസ്ക് മാത്രമേ നോക്കുള്ളൂ. പിന്നെ മാൻഡേറ്ററി ആയിട്ട് ഡേ 1, ഡേ 2, ഡേ 3 എന്തായാലും കംപ്ലീറ്റ് ആയിരിക്കും. ഡേ 4 കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നിങ്ങൾ ബാക്കിയുള്ള ടാസ്ക് കറക്റ്റ് ചെയ്തതല്ലേ, അതുകൊണ്ടിട്ട് മാത്രം നിങ്ങൾക്ക് ഒരു ചാൻസ് തന്നെയാണ്. അപ്പൊ ഡേ 1, ഡേ 2, ഡേ 3 ടാസ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ടാസ്ക് ആദ്യം ഇടുന്ന ആൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്നത്തെ ടാസ്ക് ഇട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ ഡേ 4 ചെയ്യണം. ഡേ 4 കൂടി ചെയ്യണം. അത് എന്തായാലും ഇന്നത്തെ ടാസ്ക് ആദ്യം ചെയ്യണ ആരാന്ന് നോക്കൂ. എന്നിട്ട് അവരായിരിക്കും വിന്നറ്. പക്ഷെ അവർക്ക് ആ ഗിഫ്റ്റ് കൈമാറണമെങ്കിൽ അവർ ആ ഡേ 4 കൂടി ചെയ്യണം. അത്രേ ഉള്ളൂ, സിമ്പിൾ. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചേട്ടാ ഇപ്പൊ പറഞ്ഞത് ഒരു പ്രാവശ്യം കൂടി പറയാൻ പറ്റും? ഞാൻ ഇപ്പൊ ലീവ് ആയതാ.
ആ ഓക്കെ. സംഭവം ഡേ 3 വരെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഡേ 1, ഡേ 2, ഡേ 3 ടാസ്കുകൾ ചെയ്തിട്ടുണ്ട്. ഡേ 4 മാത്രം ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ടാസ്കില്ലേ, ഇന്നത്തെ ടാസ്കിന് സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഏറ്റവും ആദ്യം ചെയ്തിരുന്ന ആൾക്ക്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഡേ 4 മാത്രം മിസ്സായില്ലെങ്കിൽ കുഴപ്പമില്ല. ഇന്നത്തെ ടാസ്ക് ഏറ്റവും ആദ്യം ചെയ്തിട്ട് ആൾക്ക് ഗിഫ്റ്റ് എന്തായാലും ഉണ്ടാവും. പക്ഷെ ആ ഗിഫ്റ്റും കൂടി കിട്ടണമെങ്കിൽ നിങ്ങൾ ആ ഡേ 4 കൂടി ചെയ്ത് തീർക്കണം. മനസ്സിലായോ? അത് ടൈം നോക്കണ്ട, നിങ്ങൾ എപ്പോ ഡേ 4 തീർക്കുന്നു അപ്പൊ ഗിഫ്റ്റ് തരുന്നു, അത്രേ ഉള്ളൂ. കൺഫ്യൂഷൻ ആയ പറഞ്ഞപ്പോ എന്റെ ഇന്നത്തെ ടാസ്ക് ആദ്യം തീർക്കുന്ന ആൾക്കാണ് ഗിഫ്റ്റ്. മിനിമം ഓക്കെ ഓക്കെ. മാൻഡേറ്ററി ആയിട്ട് ഡേ 1, ഡേ 2, ഡേ 3 തീർത്തിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അത്ര മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, ശരി ശരി ശരി. അപ്പൊ ഇതൊരു കോമ്പറ്റീഷനും കൂടിയാണ്. അപ്പൊ ആദ്യം ജയിക്കും നോക്കാം. എല്ലാരും എന്താ പറയാ, എല്ലാം എടുത്ത് സെറ്റ് ആയിട്ടിരുന്നു. അപ്പൊ ജോലി എന്നാ സ്റ്റാർട്ട് ചെയ്യല്ലേ? ഇവരെല്ലാം റെഡി ആയിട്ടിരിക്കണേ. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഇന്നലത്തെ സെഷനിൽ എന്താ ഡൗട്ട് വന്നതെന്ന് ചാറ്റ് ബോക്സിൽ ഇടാമോ? കുറെ പേര് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു. ഡൗട്ട് ഒന്നുമില്ല. ഹലോ, മൈക്കിന് ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയണേ. ഇന്നലെ ഞാൻ ഈ റെക്കോർഡിംഗ് സെഷൻ നോക്കിയപ്പോഴാണ് കണ്ടത് കുറെ തവണ ഇഷ്യൂ ഉണ്ടായിരുന്നു. ആരും പറഞ്ഞില്ല, അതെല്ലാം റിപ്പീറ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പൊ എന്തെങ്കിലും ഇഷ്യൂ ആണെന്ന് ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, ടാസ്ക് 4 കംപ്ലീറ്റ് ചെയ്യാത്ത കുറെ പേരുണ്ട്. അതെന്താ ഒന്ന് പറയാമോ? എന്തുകൊണ്ടാ, എവിടെയാണ് മിസ്റ്റേക്ക് വന്നത്, എന്താ അതർ വന്നത്? ഇന്നത്തെ സെഷൻ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അത് കുഴപ്പമില്ല. ഞാൻ ഇന്നത്തെ കംപ്ലീറ്റ് ചെയ്തിരുന്നു, പക്ഷെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ആ അപ്ലോഡ് ചെയ്യാൻ പറ്റണില്ലേ? അല്ല, അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ടൈം ഓക്കെ ഓക്കെ ഓക്കെ, അത് ഓപ്പൺ ചെയ്തേക്കാം. ഓക്കെ. പിന്നെ വേറെ ആർക്കെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഇന്നത്തെ സെഷന്? ഓക്കെ. ഇന്നലത്തെ സെഷൻ കുറച്ചുകൂടി ഈസിയാണ് ഞാൻ വിചാരിക്കുന്നു, ഫസ്റ്റ് സെഷനെ കാട്ടിയും എന്നേറ്റിന്റെ ഫസ്റ്റ് സെഷനെ കാട്ടിയും. അപ്പോ എന്നേറ്റിന് എന്താന്ന് ഇതുവരെ മനസ്സിലാവാത്ത ആരെങ്കിലും ഈ മീറ്റിലുണ്ടോ? എല്ലാവർക്കും ഒരു തംസ് അപ്പ് എന്തെങ്കിലും, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കിയെന്ന് ആരെങ്കിലും ഒരാൾ ചാറ്റ് ബോക്സിൽ എന്നേറ്റിന് എന്താ സംഭവം എന്നൊന്ന് പറയാമോ? ഓക്കെ, ഇന്നലത്തെ ടാസ്കിനെ ഒന്ന് കാണിച്ചു തരണോ എന്താന്ന്? മിനിറ്റ്.
ജെമിനി API ഫ്രീ ടയർ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഉം, നമ്മൾ റിക്വസ്റ്റ് ചെയ്യണ അനുസരിച്ചൊക്കെയാണ് അതിന്റെ റേറ്റ് ലിമിറ്റ് വന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഒരു മിനിറ്റിൽ എത്രമാത്രം റിക്വസ്റ്റ് സെൻഡ് ചെയ്തു അതൊക്കെ അനുസരിച്ചാണ് റേറ്റ് ലിമിറ്റ് സാധാരണ വരുന്നത്. ഞാൻ അവന്റെ വെബ്സൈറ്റ് വായിച്ചു നോക്കിയപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത്. പിന്നെ ഓരോ മോഡല് അനുസരിച്ചിരിക്കും റേറ്റ് ലിമിറ്റ് ഒക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ സെഷൻ. എല്ലാവർക്കും കാണാമോ? ഇന്നലത്തെ ടാസ്ക് എന്തായിരുന്നു വെച്ചാൽ ഒരു ബേസിക് AI ഏജന്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. അതായത് യൂസറിന്റെ കയ്യിൽ നിന്ന് ഇമെയിലും എല്ലാ സംഭവവും മേടിക്കുക, എന്നിട്ടൊരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുക. അതാണ് ഇന്നലത്തെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രിഗർ ആണ്. ട്രിഗർ ഇപ്പൊ നമ്മള് ചാപ്റ്ററിലാണ് കൊടുത്തത്. എന്നിട്ട് അതിന്റെ അടുത്ത സ്റ്റെപ്പായിട്ട് AI ഏജന്റ് കൊടുത്തു. ഇതിനകത്ത് ഈ പണിയിൽ കൊടുത്തു. ഇതിനകത്ത് ഞാൻ ചാറ്റ് മോഡിൽ ആഡ് ചെയ്ത് കൊടുക്കണം. AI ഏജന്റ് വർക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു AI മോഡിൽ കൊടുക്കണം. എന്നാൽ മാത്രമേ അത് വർക്ക് ആവുള്ളൂ. നമ്മൾ ചാറ്റ് മോഡിൽ ഇവിടെ ഈ പ്ലസ് ബട്ടൺ നിൽക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ജെമിനി യൂസ് ചെയ്യണമെങ്കിൽ ജെമിനി ചൂസ് ചെയ്യണം. ഞാൻ ഓപ്പൺ റൗട്ടറാണ് യൂസ് ചെയ്യണം. പിന്നൊരു നമ്മുടെ എക്ക് നമ്മൾ മുമ്പ് കോൺവെർസേഷനിൽ എന്തൊക്കെയാണ് സംസാരിച്ചത് ബേസിക്കലി നമ്മളെ കുറിച്ചൊരു ഓർമ്മ ഉണ്ടാകാൻ വേണ്ടിയിട്ട് മെമ്മറി കൊടുക്കണം. അതിന് സിമ്പിൾ മെമ്മറിയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യണേ. ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ റെഡിസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. സിമ്പിൾ മെമ്മറി കൊടുത്ത് ഇതിന്റെ ടൂളായിട്ട് ജിമെയിലാണ് കൊടുക്കുക. ജിമെയിൽ ടൂൾ എടുത്തു. പിന്നെ അങ്ങനെ പറഞ്ഞൊരു ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പൊ ഞാൻ യെസ്, ഈ റിസോഴ്സ് നമ്മൾ എന്താണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്, ഡ്രാഫ്റ്റാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡ്രാഫ്റ്റ് സെലക്ട് ചെയ്തു. എന്ത് ഓപ്പറേഷനാണ് ചെയ്യുന്നത് ഡ്രാഫ്റ്റിൽ? ക്രിയേറ്റ് ചെയ്യണോ, ഡിലീറ്റ് ചെയ്യണോ, ആക്സസ് ചെയ്യാണോ? ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് സെലക്ട് ചെയ്തു. എന്നിട്ട് സബ്ജക്റ്റും ബോഡിയും എല്ലാം ഈ AI ഏജന്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇവിടെ ഒരു ജെമിനി പോലത്തെ ഒരു സിമ്പിൾ കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ AI ഏജന്റ് തന്നെ ഇത് ഡിഫൈൻ ചെയ്യും. നമ്മൾ രണ്ടും സെലക്ട് ചെയ്തു. ഇതുവരെ എല്ലാവർക്കും മനസ്സിലായി? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനിയിപ്പോ ഈ AI ഏജന്റിനെ അറിയണം ഈ ഫീൽഡ് എന്തിനാണ്, ഇവിടെ ഞാൻ എന്താ ഫില്ല് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഇത് ഫില്ല് ചെയ്ത് തുടങ്ങി. ഡിസ്ക്രിപ്ഷൻ എടുക്കുക. എന്നിട്ട് ഇവിടെ സബ്ജക്റ്റ് ആണ് AI ഏജന്റ് ഫില്ല് ചെയ്യേണ്ടത്. ഞാൻ പറയാണ് ഇമെയിലിലെ സബ്ജക്റ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ അവിടെ ഇമെയിലിലെ ബോഡിയാണ്. പിന്നെ അതനുസരിച്ച് ഡിസ്ക്രിപ്ഷനോട് കൊടുക്കുകയാണ്. ഇനി ഈ ഏജന്റ് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏജന്റ് പവർഫുൾ എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സിസ്റ്റം പ്രോംപ്റ്റ് അനുസരിച്ചാണ് ഏജന്റ് പവർഫുൾ ആവുക. ഞാനൊരു സിസ്റ്റം പ്രോംപ്റ്റ് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരണം. ചുമ്മാ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇതിനകത്ത് ഞാൻ ഏജന്റിന് എല്ലാ ഇൻസ്ട്രക്ഷനും കൊടുത്തിട്ടുണ്ട്. എന്താണ് ഏജന്റിന്റെ ജോലി, എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെ സ്റ്റെപ്പാണ്, എപ്പോഴൊന്നും എക്സിക്യൂട്ട് ചെയ്യരുത്, റൂൾസ് എന്തൊക്കെയാണ്, എല്ലാം ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട്
അപ്പൊ നമ്മൾ ചുമ്മാ ഒന്ന് ട്രിഗർ ചെയ്യാം. വർക്കാവില്ല കാരണം ഞാൻ ഇവിടെ എറർ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഇതിൽ നിന്ന് വരുന്ന ഈ ഔട്ട്പുട്ട് ഇതിനകത്തേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണമാണ് ഒരു എറർ വന്നത്. ഈ ചാറ്റ് ഇൻപുട്ട് ഞാനിവിടെ ഡ്രാഗ് ചെയ്ത് ഫ്രോം യൂസർ മെസ്സേജിലേക്ക് ഇടാം. അപ്പൊ ഞാൻ ഈ നോഡിൽ നിന്ന് സെൻഡ് ചെയ്യുന്ന മെസ്സേജ് എല്ലാം ഏജന്റിന് യൂസർ മെസ്സേജ് ആയിട്ട് കിട്ടും. അപ്പൊ ഞാൻ മെസ്സേജ് അയക്കുകയാണ്, ഹലോ എന്ന് അയച്ചു. ഇവിടെ മനസ്സിലായില്ലേ? ഇതാണ് ബേസിക്കലി ഇന്നത്തെ ടാസ്ക്. പിന്നെ ഒരു ഈ ഏജന്റ് ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്തത് അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ജിമെയിലോട് എന്നോട് റിപ്പീറ്റ് ബിനോപിയസ് എന്താ ഉദ്ദേശിച്ചെന്ന് പറയുന്നത്? നമ്മൾ മറ്റേ ക്രിയേറ്റ് ഡ്രാഫ്റ്റിന്റെ അവിടെ കൊടുക്കണ ഓപ്ഷൻസില്ലേ അത്. ഓക്കെ. ഇപ്പൊ ഞാനിപ്പോ ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാരണം ഈ റിസോഴ്സിന്റെ അവിടെ ഇപ്പൊ എനിക്കൊരു ഇമെയിൽ സെൻഡ് ചെയ്യാനാണെങ്കിൽ ഞാൻ മെസ്സേജ് സെലക്ട് ചെയ്യും. ഇപ്പൊ എനിക്കൊരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാനാണെങ്കിൽ ഞാൻ ഇവിടെ ഡ്രാഫ്റ്റ് സെലക്ട് ചെയ്യും. ഡ്രാഫ്റ്റിനകത്ത് തന്നെ ഡിഫറെന്റ് ഓപ്പറേഷൻസ് ഉണ്ട്. ഇപ്പൊ നമുക്കൊരു ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, ഡ്രാഫ്റ്റ് ഡിലീറ്റ് ചെയ്യാം, ഇപ്പൊ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ഡ്രാഫ്റ്റ് ആക്സസ് ചെയ്യാം. അങ്ങനെ പറഞ്ഞ ഡിഫറെന്റ് ഓപ്പറേഷൻസ് ഉണ്ട്. ഞാൻ ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാരണം ഇവിടെ ക്രിയേറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിലീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യും. ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഡ്രാഫ്റ്റ് ആക്സസ് ചെയ്യാനാണെങ്കിൽ ഗെറ്റ് മെനീനുള്ളത് ആക്സസ് ചെയ്യും. ഇപ്പൊ ഗെറ്റ് കൊടുക്കുകയാണെങ്കിൽ ഡ്രാഫ്റ്റ് ഐ ഡി സംഭവം കൊടുക്കണം. അത് കുറച്ച് പാടാണ്. ഞാൻ സാധാരണ ഗെറ്റ് മെനി യൂസ് ചെയ്യാറ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇന്നലെ ഡൗട്ട് വന്ന എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നോ ഈ എന്താ സിസ്റ്റം പ്രോംപ്റ്റ് ഉണ്ടായിരുന്ന കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള പരിപാടി, അതിലൊരു ടെക് ഉണ്ടല്ലോ, അത് അറിയണ്ടേ ഇങ്ങനെയാ എന്താന്നൊക്കെ? ഒരു തംസപ്പ് ഇടാമോ അറിയാൻ ആഗ്രഹമുള്ളവർ? ഓക്കെ. നാളെ രാവിലെ ഒന്ന് പോത്തീസിൽ പോകാനുണ്ട്. ഓക്കെ. ഞാൻ ബേസിക്കലി ഞാൻ ഒരു 80% ഓഫ് ടൈം ഞാൻ ഏതിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ക്ലോഡ് സ്കില്ലാണ് യൂസ് ചെയ്യുന്നത്. ക്ലോഡാണ് ഞാൻ ഈ സിസ്റ്റം പ്രോംപ്റ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. ബേസിക്കലി എപ്പോഴും വർക്ക് പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകാറില്ല. ഇപ്പൊ ഹാലുസിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്താണ് സംഭവിച്ച എറർ വന്ന് എന്താണെന്ന് അതിന് കൊടുക്കും. ഇപ്പൊ ക്ലോഡ് സ്കിൽ എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ക്ലോഡ് സ്കിൽസ് എന്തൊക്കെയാണ്, എന്താ സംഭവം എന്ന് ആർക്കെങ്കിലും അറിയാമോ? ചാറ്റ് മെസ്സേജിൽ ഇടാമോ എന്താന്ന്? അറിയാവുന്ന ആരെങ്കിലും? ക്ലോഡ് സ്കിൽസ് എന്തൊക്കെയാണ് ആർക്കും അറിയില്ലേ? അറിയില്ലാത്ത കാരണമാണ്. ക്ലോഡ് സ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സ്പെസിഫിക് ടാസ്കിനെ കുറച്ചുകൂടി പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കിൽസ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു സ്കിൽസ് എന്ന് പറഞ്ഞ ഒരു മാർക്ക് ഡൗൺ ഫയലാണ്, ഒരു .md ഫയലായിരിക്കും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് ടാസ്കിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിനകത്ത് മെൻഷൻ ചെയ്ത് ഒരു ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയാ, എന്താണ് ഈ ടാസ്ക്, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതായത് എങ്ങനെയാണ് നമ്മളിപ്പോ ഒരു ടെക്സ്റ്റ് ബുക്ക് ഇല്ല, അതിനകത്ത് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ഉണ്ടാവും. അതേപോലെ ഒരു AI ആ ടാസ്ക് കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്കിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു സ്കില്ലുണ്ട്. ഞാൻ പ്രോംപ്റ്റ് മാസ്റ്റർ സ്കില്ലിന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഗിറ്റ്ഹബിൽ കാണാം. ക്ലോഡ് സ്കിൽ ദാറ്റ് പ്രോംപ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും.
ഇതാണ് ഞാൻ ബേസിക്കലി സിസ്റ്റം പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഒരു 9.9K ചാർജ് ഉണ്ട് 8 റെപ്പോന്. അപ്പൊ അത്യാവശ്യം നല്ല സംഭവമാണ്. അപ്പൊ ഇത് ഇമ്പോർട്ട് ചെയ്യേണ്ടത് കാണിച്ചു തരണോ, എങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നതൊക്കെ അത് കാണിച്ചു തരണോ? ഓക്കെ, എങ്ങനെ ഇമ്പോർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, ലൈസൻസ് read.md. read.md സംഭവമാണ്. skill.md ആണ് നമുക്ക് വേണ്ട സാധനം. ഞാനതിൽ ക്ലിക്ക് ചെയ്തു. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്താണ് ഹൂ ആർ യു. ഞാൻ ഇവിടെ ഏജന്റില് ഒരു പ്രോംപ്റ്റ്, എന്താണ് പ്രോംപ്റ്റ് ഇങ്ങനെ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം ഏജന്റിന്റെ അടുത്ത് പറഞ്ഞു ഏജന്റ് ആരാണ്, എന്തൊക്കെയാണ് റോൾസ്, ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല, ഔട്ട്പുട്ട് ഫോർമാറ്റ് എങ്ങനെയായിരിക്കണം, അതെല്ലാം ഇതിനകത്ത് ഫുള്ളി എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ഒരു ഡൗൺലോഡ് ബട്ടൺ കണ്ടില്ലേ, ഡൗൺലോഡ് ഡ്രോപ്പ് ഫയൽ, അവിടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫയല് ഡൗൺലോഡ് ആവും. എന്നിട്ട് ഞാൻ എൻ്റെ ഡോട്ട് സ്കില്ലിലേക്ക് വന്നു. അപ്പൊ നിങ്ങൾ ഇത് കണ്ടോ, നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്ന പ്രോംപ്റ്റ് ആണ് ഈ കാണുന്നത്. ഞാൻ ബേസിക്കലി നമ്മൾ ഫസ്റ്റ് ഡേ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പഠിച്ചില്ലേ, പറ്റി വൃത്തിയായിട്ടൊന്നും അല്ല ഞാൻ പ്രോംപ്റ്റ് ചെയ്തേക്കണേ. ഞാൻ ബേസിക്കലി എനിക്ക് ആവശ്യം ക്രിയേറ്റ് ഏജന്റ് പ്രോംപ്റ്റ് അറ്റ് ഇമെയിൽ യൂസിംഗ് ടൂൾ. ഇറ്റ് ഹാവ് ദ യൂസർ വിൽ ബി പ്രൊവൈഡിംഗ് ദ സബ്ജക്ട് ബോഡി ഏജന്റ് തന്നെ എൻഹാൻസ് ചെയ്യും. ഇമെയിൽ തന്നിട്ടില്ലെങ്കിൽ അത് യൂസറിന്റെ അടുത്ത് ചോദിക്കും. എന്നിട്ട് ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞിട്ടുണ്ട് പ്രോംപ്റ്റ് മാസ്റ്റർ എന്ന് പറഞ്ഞ സ്കില്ല് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ സ്റ്റെപ്സ് ക്ലോഡ് കവർ ചെയ്യുന്ന സ്റ്റെപ്സ് നോക്കിയിട്ട് നമുക്ക് കാണാം. ആദ്യം തന്നെ പ്രോംപ്റ്റ് മാസ്റ്റർ എന്ന് പറഞ്ഞ സ്കില്ല് അത് ഫുള്ളൊന്ന് വായിച്ചു നോക്കി. പിന്നെ ടെംപ്ലേറ്റ് എങ്ങനെയാന്ന് വായിച്ചു ഫുൾ, അത് ബേസിക്കലി ആ ഡോക്യുമെന്റ് ഫുള്ളൊന്ന് വായിച്ചു നോക്കി. എന്നിട്ട് അതിന് മനസ്സിലായി എങ്ങനെയാണ് ഈ പ്രോംപ്റ്റ് എങ്ങനെയാണ് നല്ല എഫിഷ്യൻ പ്രോംപ്റ്റ് എങ്ങനെ ഉണ്ടാക്കേണ്ടത് അതിന് മനസ്സിലായി. എന്നിട്ട് ഇത് ഒപ്റ്റിമൈസ്ഡ് ഏജന്റ് സിസ്റ്റം പ്രോംപ്റ്റ് എനിക്ക് തന്നു. ഇത് ഞാൻ കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്തു. ഒറ്റ ടൈമിൽ തന്നെ വർക്ക് ആയി. വലിയ അത്യാവശ്യം ഹൈഡ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. ഇത് ഇമ്പോർട്ട് ചെയ്യേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ ആർട്ടിഫാക്ട്സ് എന്ന് പറഞ്ഞിട്ടില്ലേ, ആർട്ടിഫാക്ട്സ് അല്ല കസ്റ്റമൈസ് എന്ന് പറഞ്ഞിട്ടില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്കിൽസ് എന്ന് പറഞ്ഞ നമുക്കൊരു ടാബ് കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ ഞാൻ ഇമ്പോർട്ട് ചെയ്ത സ്കിൽസ് ആട്ടോ. ഇതിനകത്ത് ഒരു പ്ലസ് ബട്ടൺ കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ന്യൂ സ്കിൽ, ബ്രൗസ് എന്ന് പറയുമ്പോൾ ക്ലൗഡ് തന്നെ പ്രൊവൈഡ് ചെയ്തേക്കുന്ന അവരുടെ കമ്മ്യൂണിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്തേക്കുന്ന സ്കിൽസ് ആണ് ഇവിടെ കാണാം. ഇവിടെ ക്രിയേറ്റ് സ്കില്ലിനകത്ത് നമുക്ക് വേണമെങ്കിൽ ക്ലോഡ് വെച്ച് പുതിയൊരു സ്കില്ല് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ റൈറ്റ് ചെയ്യാം. പിന്നെ അപ്ലോഡ് സ്കിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് പറയും ഈ ഫയൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ ഇതാണ് ഫയൽ, ഇതിനെ ചുമ്മാ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അപ്ലോഡ് ആയി. ഞാൻ നേരത്തെ ചെയ്തേക്കണമെന്ന് ചെയ്യുന്നില്ല, ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒരു എറർ കാണിക്കും, നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒന്നുകൂടി ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആയില്ല? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത് ഒന്നുകൂടി പറയണോ? അതേപോലെ തന്നെ N8 സ്കിൽസും അവൈലബിൾ ആണ്. ക്ലൗഡ് സ്കില്ലിൽ ഞാൻ സെർച്ച് ചെയ്യുകയാണെങ്കിൽ N8 സ്കിൽസിന് സെർച്ച് ചെയ്താൽ ഓഡിയോ ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഓഡിയോ ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, N8 സ്കിൽസ് ഫോർ ക്ലോഡ് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫസ്റ്റ് ഒരു ലിങ്ക് കാണാം, GitHub റെക്കോർഡ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറേ ഇത് കാണാം. നമ്മൾ നേരത്തെ ഇമ്പോർട്ട് ചെയ്ത പോലെ അത്ര ഈസി അല്ല ഇത് N8 സ്കില്ല്. ഈ N8 സ്കില്ല് ഇമ്പോർട്ട് ചെയ്യുക കാരണം ഇത് ക്ലോഡ് കോഡില്ല, അതായത് ടെർമിനൽ വെർഷനിൽ ഇമ്പോർട്ട് ചെയ്യാൻ ആ ഒരു വെർഷനിലാണ് ഇവർ സെറ്റപ്പ് ചെയ്തേക്കണേ. അപ്പൊ ക്ലോഡ് വെബിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ കുറച്ച് വ്യത്യാസമുണ്ട്. അത് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടണോ എങ്ങനെയാന്ന് വെച്ചാൽ? ഒരു സിപ്പ് ഫയൽ ഉണ്ടാക്കിയിട്ട് അത് ചുമ്മാ ട്രാക്ക് ചെയ്തിട്ട് മതി. ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടണോ? വേണ്ടവരൊന്ന് തംസ് അപ്പ് ഇടാമോ? ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നേരെ ക്ലോഡിലേക്ക് പോകും. എന്നിട്ട് എന്തെങ്കിലും സ്ക്രീൻഷോട്ട് എന്തെങ്കിലും ഒക്കെ ഇട്ടിട്ട് ഞാൻ പറയും ഇവിടെ നോക്കുകയാണെങ്കിൽ
ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും എനിക്കിങ്ങനെ ഒരു വന്നു, എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഞാൻ പറയും ഇങ്ങനെ ഈ സ്ലാഷ് അടിക്കുക, എന്നിട്ട് അല്ല എന്നേറ്റവും സ്കിൽസ് അങ്ങനെ ഒരു സ്കില്ലായിട്ടല്ല, ഞാൻ പറയും യൂസ് എന്നേറ്റവും സ്കിൽസിനായിട്ട് അവസാനം കൊടുക്കും. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറയാണ് എനിക്കൊരു ബേസിക് വർക്ക് ഉണ്ടാക്കി തരാൻ ക്ലൗഡിൻ്റെ അടുത്ത് പറയാണ്. ക്ലൗഡിൻ്റെ അടുത്ത് പറയാണ്. എന്നിട്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞു എന്നേറ്റവും സ്കിൽസ് യൂസ് ചെയ്യും. അത് എന്ത് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ആണ് റീഡിങ് എന്നേറ്റൻ വർക്ക് ഫ്ലോ പാറ്റേൺസ്. അതായത് ബേസിക് അത് സ്കില്ലെല്ലാം റിസ്ട്രിക്ഷൻ എല്ലാം വായിച്ചു നോക്കും, എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു തരും കേട്ടോ. കംപ്ലീറ്റ് കീയുടെ എനിക്ക് പറഞ്ഞു വൺ ചൂസ് യുവർ പാറ്റേൺ ഉണ്ട്, HTTP ഏജന്റ് പ്ലാൻ യുവർ ഫസ്റ്റ് യുവർ ഫ്ലോ ഫസ്റ്റ്. നമ്മൾ സെക്കൻഡിൽ പഠിച്ചത് സംഭവം തന്നെ. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ചേട്ടാ ഈ N8 സ്കില്ല് ക്ലൗഡിൽ ഇമ്പോർട്ട് ചെയ്തില്ലെങ്കിലും അത് ആൻസർ തരില്ലേ? ആൻസർ വരും, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഹാലൂസിനേഷൻ പറഞ്ഞില്ലേ, എനിക്ക് കുറെ തവണ അങ്ങനെ സംഭവം പറ്റിയിട്ടുണ്ട്. ഇല്ലാത്ത കാര്യം ചിലപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. കുറെ തവണ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ എന്നേറ്റം സ്കില്ല് യൂസ് ചെയ്തപ്പോൾ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിരുന്നു. അപ്പൊ എന്നേറ്റം സ്കില്ല് യൂസ് ചെയ്യാനായിരിക്കും കുറച്ചുകൂടി നല്ലത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് ഇതുവരെ യൂസ് ചെയ്തതനുസരിച്ച്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ പ്രൊജക്റ്റിലേക്ക് പോവുകയാണ്. ഇപ്പൊ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ AI ഏജന്റ് ആണ്. ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ അടുത്തൊരു എൻ്റെ ഫസ്റ്റ് ഡേ ഒരാൾ ചോദിച്ചു ടെലിഗ്രാം എങ്ങനെയാണ് കണക്ട് ചെയ്യണമെന്ന്. അപ്പൊ നമ്മൾ അതാദ്യം വിസിറ്റ് ചെയ്യാൻ പോവാണ്. ടെലിഗ്രാം എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് വെച്ചാൽ ബോട്ട് ഫാദർ എന്ന് പറയുന്ന ബോട്ട് ഉണ്ട്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ബോട്ട് ഫാദറിന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടും. അതിനകത്ത് കുറെ കമാൻഡ്സ് ഉണ്ട്. സ്ലാഷ് അടിക്കുമ്പോൾ സ്ലാഷ് ക്രിയേറ്റ് ചെയ്യുന്ന ബോട്ട് മൈ ബോട്ട്സ്. നമ്മുടെ നേരത്തെ ബോട്ട്സ് ഉണ്ടെങ്കിൽ മൈ ബോട്ട്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ എനിക്ക് ഇത്രയും ബോട്ട് ഉണ്ട്. അപ്പോൾ സ്ലാഷ് ന്യൂ ബോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ആദ്യം ചോദിക്കും ആ ബോട്ടിന് പേരെന്താ കൊടുക്കേണ്ടതെന്ന് ചോദിക്കും. ആ ബോട്ടിന്റെ പേരെന്താ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നേറ്റൻ സെഷൻ ആണ് കൊടുക്കേണ്ടതെന്ന് കൊടുത്തു. എന്നിട്ട് ഒരു യൂസർ ID ആ ബോട്ടിന് കൊടുക്കാൻ പറഞ്ഞു. അതിന്റെ ഏറ്റവും അവസാനം ബോട്ടെന്ന് അവസാനിക്കണം. ഞാൻ ഇത് തന്നെ കൊടുത്തു, എന്നേറ്റൻ സെഷൻ ബോട്ട് എന്ന് പറഞ്ഞു കൊടുത്തു. അത് പറഞ്ഞു ഈ യൂസർ നെയിം ഓൾറെഡി ടേക്കൺ ആണ്. അപ്പോൾ ഞാൻ എന്നേറ്റൻ സെഷൻ 1 2 3 ബോട്ട് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തു. ഡൺ കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ട് നമ്മുടെ ബോട്ട് ആക്സസ് ചെയ്യാനുള്ള ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തു. ഇതാണ് നമ്മുടെ ബോട്ട്. ഇത്രേ ഉള്ളൂ ടെലിഗ്രാമിൽ ബോട്ട്. അതായത് API ഉണ്ടാക്കാൻ ബോട്ട് ഉണ്ടാക്കാൻ കുറച്ചുണ്ട്. ഇതാണ് നമ്മുടെ ടോക്കൺ API ടോക്കൺ. നമ്മുടെ ജെമിനയിലൊക്കെ API ടോക്കൺ ഇല്ലേ, അതേപോലെ ഈ ബോട്ടിനുണ്ട് API ടോക്കൺ. ഇത് കോപ്പി ചെയ്തിട്ട് കോപ്പി സെലക്ടഡ് ടെക്സ്റ്റ് കൊടുക്കുക, എന്നിട്ട് N8ലേക്ക് വരാം. ക്രിയേറ്റ് ചെയ്യുന്ന വർക്ക് ഫ്ലോ കൊടുക്കുക, എന്നിട്ട് ടെലിഗ്രാം ട്രിഗർ ആഡ് ചെയ്യാൻ പോകണം. ടെലിഗ്രാം സെർച്ച് ചെയ്തപ്പോൾ എനിക്കൊരു മെസ്സേജ് വരുമ്പോഴാണ് ഇത് ട്രിഗർ ആവേണ്ടത്. അപ്പം ഞാൻ ഓൺ മെസ്സേജ് സെലക്ട് ചെയ്തു. ഇവിടെ കണ്ടോ ക്രെഡൻഷ്യൽസിന്റെ അവിടെ നോ ക്രെഡൻഷ്യൽസ് സെറ്റ് കാണിച്ചു തന്നെ. ഞാൻ സെറ്റ് ക്രെഡൻഷ്യൽസ് കൊടുത്തു. ഇവിടെ ആക്സസ് ടോക്കണിന്റെ അവിടെ ജസ്റ്റ് ആ API ടോക്കൺ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. യൂസ് ചെയ്യാം. ക്രിയേറ്റ് ആയി. ഓക്കെ, കണക്ഷൻ സക്സസ്ഫുൾ ആണ്, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതുവരെയും ക്ലിയർ അല്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഇന്നലെ ഒരാള് ഭയങ്കര സ്ലോ ആയിട്ട് തോന്നി, അതേപോലെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയായിരുന്നു. എല്ലാവരുടെയും അഭിപ്രായം ഇതാണോ, സ്ലോ ആണെന്ന്? ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് ട്രിഗർ ചെയ്യാം. നമ്മളിവിടെ എക്സിക്യൂട്ട് വർക്ക് ഫ്ലോ കൊടുക്കുക. എന്നിട്ട് ഇതാണ് എൻ്റെ ബോട്ട്. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ബോട്ട്, N18 സെഷൻ എന്ന് പറഞ്ഞ ബോട്ട് ഇതാണ്. പിന്നെ എന്ന് പറഞ്ഞു വെച്ചു. നമുക്ക് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതുണ്ടോ, ഇവിടെ ട്രിഗർ ആയി. ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഇതിനകത്ത് ഈ ID എന്ന് പറഞ്ഞിട്ടില്ലേ, ഇതാണ് എൻ്റെ ചാറ്റ് ID. നമ്മൾ ഇത് ബേസ് ചെയ്തിട്ടായിരിക്കും ഇനി അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കുക. എൻ്റെ ഫസ്റ്റ് നെയിം അവൈലബിൾ ആയിരിക്കും. അതല്ല, എൻ്റെ ടെലിഗ്രാം യൂസ് നെയിം ഇതാണ്, പ്രൈവറ്റ് കോൺവെർസേഷൻ ആണ്, ചാറ്റ് ID ഇതാണ്, എൻ്റെ ചാറ്റ് ID ഇതാണ്, ഞാൻ അയച്ച മെസ്സേജ് ഇവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ആയത് പറഞ്ഞുണ്ടോ. ഇപ്പൊ ഇതെല്ലാം നമുക്ക് ഈ ടെലിഗ്രാം ട്രിഗർ ചെയ്യുന്ന കിട്ടും. നമ്മൾ ബിൽഡ് ചെയ്ത് തുടങ്ങാണ്. ഇത് ബിൽഡ് ചെയ്ത് തുടങ്ങും കേട്ടോ. സോ കൂടെ ബിൽഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇറക്കി വെച്ച് അങ്ങനെ വേറെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റെക്ക് നിൽക്കും. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചെടുക്കുക. വേണമെങ്കിൽ നോട്ട് വല്ലതും ഉണ്ടാക്കിക്കോ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇറക്കി വെച്ച് എല്ലാ സ്റ്റെപ്പൊക്കെ മിസ്സായിന്ന് വരാം. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ ആദ്യം. ഓക്കെ, നമുക്ക് ക്രിയേറ്റ് തുടങ്ങാം. ഇതിനകത്ത് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ മൾട്ടി ഏജന്റ് സിസ്റ്റം ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഒരു AI സൂപ്പർവൈസർ ഉണ്ട്. അത് ടാസ്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കും. ഈ വർക്ക് ഫ്ലോ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ ഞാൻ കാണിക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ, ഇവിടെ ഞാൻ എൻ്റെ കോണ്ടാക്ട് ബുക്കിൽ എക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളുടെ ഇമെയിൽ ID ഇതാണെന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കോണ്ടാക്ട് ബുക്ക് എന്ന് പറഞ്ഞൊരു ഷീറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് എൻ്റെ പേര്, ഇമെയിൽ ID പ്രൊവൈഡ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഏജന്റ് വെച്ച് തന്നെ നമുക്കിത് ഷീറ്റിലേക്ക് ആഡ് ചെയ്യാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഈ ജോയിന്ന് എനിക്ക് തന്നെ ഒരു മെയിൽ അയക്കുകയാണ്. ഞാൻ സെൻഡ് ഇമെയിൽ ടു ജോയിലിന് കൊടുത്തു. സെൻഡ് ചെയ്യാണ്. എന്താ വരുന്നത് നോക്കാം, നോക്കാം. ഇവിടെ ഏജന്റ് കോണ്ടാക്ട് ഏജന്റിനെ കോൾ ചെയ്തു. എന്നിട്ട് എൻ്റെ പേര് വെച്ച് അത് സെർച്ച് ചെയ്ത് നോക്കി, ജോയിൽ എന്ന് പറഞ്ഞത് എന്തോ നോക്കി. എന്നിട്ട് അതിൽ നിന്ന് കിട്ടിയ ഔട്ട്പുട്ട് സൂപ്പർവൈസറിന് കൊടുത്തു. അതെനിക്ക് തിരിച്ച് ഔട്ട്പുട്ട് എന്താ നോക്കാം. അപ്പൊ പറയാണ് ജോയലിന്റെ മെയിൽ ID കിട്ടി, ഇതാണ് മെയിൽ ID, എന്താണ് അയക്കേണ്ടത്, വാട്ട് വുഡ് യു ലൈക്ക് ടു ഇമെയിൽ ടു സേ, ഡു ഹാവ് സബ്ജക്ട് ഇൻ മൈൻഡ്. ഞാൻ പറയാണ് ഒരു ഉണ്ടായിരിക്കുന്നത് പറയാൻ പറഞ്ഞു. പോയി ജിമെയിൽ വിളിച്ചിട്ട് ആദ്യം ഒരു ഡ്രാഫ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡ്രാഫ്റ്റ് ഉണ്ടാക്കി നമുക്ക് നോക്കുമ്പോൾ ഡ്രാഫ്റ്റിൽ പോയി നോക്കുമ്പോൾ വേണ്ടോ ഏജന്റ് ക്രിയേഷൻ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. ഇവിടെ ഞാൻ ഏജന്റ് അടുത്ത് പറഞ്ഞു, ഞാനൊരു ഏജന്റ് ഉണ്ടാക്കുന്നു ജോയിൽ മെയിൽ ഞാൻ പറഞ്ഞു. അപ്പൊ
ഈ സൂപ്പർവൈസർ ഏജന്റിന്റെ പോയിട്ട് ഇത് ജിമെയിൽ ഏജന്റിനെ വിളിച്ച് ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്തോ ആ ഇമെയിലാണ്. ജോലെ ഹലോ. ജോലെ ആ വോയിസ് കട്ടാവട്ടെ. ഓക്കെ ഓക്കെ. ജസ്റ്റ് ഒന്ന് ലീവായിട്ട് വേണമെങ്കിൽ കയറി നോക്കാം ഒന്ന്. ഇപ്പൊ കുഴപ്പമുണ്ടോ? ഇപ്പോഴും ബ്രേക്ക് ആവുണ്ടോ? ഇല്ല, ഇപ്പൊ കുഴപ്പമില്ല കുഴപ്പമില്ല. ഓക്കെ. ഇപ്പൊ നമ്മള് ഏജന്റ് യൂസ് ചെയ്തിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത ഇമെയിലാണ് ഇവിടെ കാണുന്നത്. അതിന്റെ സബ്ജക്റ്റും ഏജന്റ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. അതിന്റെ ബോഡിയും ഏജന്റ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. ഇനിയിപ്പോ എനിക്ക് ഈ ഏജന്റ് യൂസ് ചെയ്ത് തന്നെ എനിക്കൊരു കലണ്ടറിൽ ഇവന്റും ക്രിയേറ്റ് ചെയ്യാം. അതിപ്പോ ഞാൻ പറയാണ്. ഉം, ഇന്ന് രാത്രി 11 മണിക്കൊരു ഡിന്നർ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ജോയലിന് മെയിൽ ചെയ്യാൻ ഞാൻ പറഞ്ഞു. നമുക്ക് എന്താ ചെയ്യണേ നോക്കാം. ഇത് കണ്ടോ, ഇമെയിൽ പേര് വെച്ച് നോക്കി ജിമെയിൽ ഏജന്റിനെ കോൾ ചെയ്തു. എന്നിട്ട് ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്തു. ഉണ്ടോ? എന്നിട്ട് എൻ്റെ അടുത്ത് ഡ്രാഫ്റ്റ് ചെയ്തു പറഞ്ഞ മെസ്സേജ് വന്നു. എൻ്റെ അടുത്ത് സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്ത മെയിൽ നോക്കാം. വി വിൽ ബി ഹാവിങ് എ ഡിന്നർ ടുണൈറ്റ് അറ്റ് 11 PM. ഡ്രാഫ്റ്റ് ചെയ്തു. ഞാൻ സെൻഡ് എന്ന് കൊടുക്കാറ്. സെൻഡ് എന്ന് മെയിൽ നോക്കാം. അപ്പൊ എൻ്റെ സെൻഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ വി വിൽ ബി ഹാവിങ് എ ഡിന്നർ ടുണൈറ്റ് അറ്റ് 11 PM. ഈ എറർ വന്നേക്കണേ ഞാൻ കൊടുത്ത joel@gmail.com പറഞ്ഞ ഇമെയിൽ ഒരു അഡ്രസ് ഇല്ല. അതാണ് ഈ എറർ വന്നേക്കുന്നത്. നമ്മൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ഇമെയിൽ സെൻഡ് ചെയ്തു. ബൈ ദ വേ വുഡ് യു ലൈക്ക് മീ ടു ആഡ് ഡിന്നർ ടു യുവർ കലണ്ടർ ആസ് വെൽ. ഞാൻ യെസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കലണ്ടർ ഞാൻ നോക്കാമെന്ന് വിചാരിച്ചോ. ഡിന്നർ ഇവന്റ് 27-ാം തീയതി 11 മണിക്ക് അസൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു കൺഫർമേഷൻ വന്നു. ഞാൻ നോക്കുമ്പോൾ ഇതുണ്ടോ, ഇവിടെ 11 മണിക്ക് ഡിന്നർ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? വല്ല വോയിസ് ബ്രേക്ക് ആയി പോയി അങ്ങനെ എന്തെങ്കിലും മനസ്സിലാവാതെ വല്ലതും ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ. അങ്ങനെ ഫുള്ളി ഒരു ബേസിക് അസിസ്റ്റന്റ് ആണ് നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ നേരത്തെ ട്രെയിൽ റൺ ചെയ്തതാണ് ഇവിടെ ഡിന്നർ 8 മണിക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് 11 AM to 11 PM to 12 AM വരെ. ഇനി നമ്മളത് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇതിന്റെ ഇനി ഫസ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഏജന്റ് ടെലിഗ്രാം ട്രിഗറിലേക്ക് കണക്ട് ചെയ്യുക. ഇവിടെ ഞാൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഏജന്റ് ആഡ് ചെയ്യണം. ഏജന്റ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു റെഡ് കളറിൽ വന്നേക്കണ അറുപത് വന്നേക്കണ ആവശ്യം ഞാൻ ഡിഫൈൻ ബിലോ കൊടുത്തു. എന്നിട്ട് അത് സെലക്ട് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്താണ് യൂസർ സെൻഡ് ചെയ്ത് കാര്യത്തിന് ഹായ് എന്ന് പറഞ്ഞ് അയച്ചിട്ടില്ലേ, അത് ഈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഇതിനകത്താണ് വരിക. ഞാനിത് ഡ്രാഗ് ചെയ്തിട്ട് യൂസർ മെസ്സേജിന്റെ അവിടേക്ക് ഇട്ടു. നമുക്കിവിടെ കാണാം ഞാൻ അയച്ച മെസ്സേജ് ഹായ് ഇല്ലേ, അതോടെ നമുക്ക് കാണാൻ പറ്റും. വോയിസ് ബ്രേക്ക് ആവുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഞാൻ നമ്മുടെ സിസ്റ്റം പ്രോംപ്റ്റ് ആഡ് ചെയ്യാൻ പോവാണ്. ഇത് ഞാൻ കളഞ്ഞു. എന്നിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഈ ഏജന്റ് പ്രത്യേകിച്ച് ജോലിയൊന്നും എടുക്കില്ല. അതായത് ബേസിക്കലി ഒരു സൂപ്പർവൈസറിനെ പോലെ ടാസ്ക് എല്ലാം
ഡിവൈഡ് ചെയ്തിട്ട് ഏത് ടാസ്ക് ആണോ അതതിൻ്റെ കൃത്യം സബ് ഏജന്റിന് അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ കണ്ടോ, കറന്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു. ഇതൊന്ന് ബേസിക്കലി ഇപ്പൊ കറന്റ് ഡേറ്റ് ആൻഡ് ടൈം കോണ്ടെക്സ്റ്റ് ആയിട്ട് കൊടുത്തേക്കുന്നതാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നൗ എന്ന് പറഞ്ഞില്ലേ, അതായത് ഇപ്പോഴത്തെ ടൈമാണ് ഇവിടെ കറന്റ് ഡേറ്റ് ആൻഡ് നൗ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ 2026 6 മാസം 27 തീയതി. പിന്നെ ടൈം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ബേസിക്കലി ഇവിടെ വേരിയബിൾസ് ആൻഡ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞ കണ്ടില്ലേ, അത് ആ ഡ്രോപ്പ് ഡൗൺ നിങ്ങൾ എടുക്കുമ്പോൾ നൗ എന്ന് പറഞ്ഞിട്ടില്ലേ, അതാണ് ഈ സംഭവം. അതൊന്ന് ചുമ്മാ ഫോർമാറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടി ഇയർ, മന്ത്, ഡേറ്റ്, അവർ, അത് ഞാൻ ബേസിക്കലി യൂസ് ചെയ്തിട്ടാണ് ആ ഫോർമാറ്റ് ചെയ്തത്. പിന്നെ കറന്റ് ഡേ ഓഫ് ദ വീക്ക് സാറ്റർഡേ ആണ്. അതും നമുക്ക് ഈ നൗവിന്ന് തന്നെ ചെയ്തില്ലേ, ഈ നൗ എന്ന് പറഞ്ഞാൽ ജെയ്സോണിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ്. നൗ ടു ഫോർമാറ്റ് എന്ത് ഫോർമാറ്റിലാണ് വേണ്ടതെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സാറ്റർഡേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ യൂസർ ടൈം സോൺ, ഏത് ടൈം സോണിലാണ് യൂസർ എന്നുള്ളത്. പിന്നെ സബ് ഏജന്റ് ഏതൊക്കെയാണോ ഉള്ളത്, ഈ ഒരു സബ് ഏജന്റിന്റെ പേര്, കോണ്ടാക്ട് ബുക്ക് ഏജന്റ് ആണ്, എന്താണ് അതിന്റെ ജോലി. പിന്നെ ഇമെയിൽ ഏജന്റ് ഉണ്ട്, കലണ്ടർ ഏജന്റ് ഉണ്ട്, അതിന്റെ ജോലി എന്താണ്, എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇവന്റ് ഡിറ്റക്ഷൻ, അതായത് ഇപ്പൊ കലണ്ടറിൽ എപ്പോഴൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്, അതിന്റെ ഒരു എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാം സബ് ഏജൻസ് സൈമിൾട്ടേനിയസ്ലി കോൾ ചെയ്യരുത്, ഒരെണ്ണം കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തതിനെ കോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇത് കൊടുത്തേക്കണം. കണ്ണൂർ ഇത് പിന്നെന്താ, അങ്ങനെ സബ് ഏജന്റ് എങ്ങനെയൊക്കെയാണ് റൂട്ട് ചെയ്യേണ്ടത് അതിന്റെ റൂൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോണ്ടാക്ട് ബുക്ക് ഏജന്റിന് എന്തൊക്കെ ഇൻഫർമേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ബേസിക്കലി ഞാൻ ഈ ക്ലൗഡ് സ്കിൽ യൂസ് ചെയ്തിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാനത് നമ്മൾ ഫസ്റ്റ്ലി പ്രോംപ്റ്റ് എഞ്ചിനീയറിൽ പഠിച്ചത് എന്തൊക്കെയാണ് നമ്മുടെ റിക്വയർമെന്റ്സ് പ്രോംപ്റ്റിൽ കൊടുക്കുക. അപ്പൊ നല്ല വൃത്തിയായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും. നമ്മൾ കുത്തിയൊന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒന്ന് വായിച്ചു നോക്കുക എല്ലാ സംഭവം ഉണ്ടോന്ന്. പിന്നെ ഇത് ഹാലൂസിനേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നെവർ ഫാബ്രിക്കേറ്റ് എനി ഇമെയിൽ അഡ്രസ്, നെവർ സെൻഡ് എനി ഇമെയിൽ വിത്തൗട്ട് കൺഫർമേഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഹാലൂസിനേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോർബിഡിങ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? വോയിസ് ബ്രേക്ക് ആവോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ? അല്ല, സിസ്റ്റം മെസ്സേജിന് എന്തെങ്കിലും സ്പെസിഫിക് ലാംഗ്വേജ് ഉണ്ടോ? ലൈക്ക് സ്പെസിഫിക് എങ്ങനെ പൈത്തൺ, ജാവാസ്ക്രിപ്റ്റോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യണമെന്ന്? എന്നിട്ട് സിസ്റ്റം അതിന്റെ മേലൊരു ഇത് കണ്ടു, എനിത്തിങ് റിട്ടൺ ഇൻസൈഡ് ഡബിൾ ബ്രാക്കറ്റ്സ് ഇസ് ജാവാസ്ക്രിപ്റ്റ് എന്ന്. അതുകൊണ്ട് അത് ചോദിച്ചതാ. ബേസിക്കലി ഇപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ജെയ്സൺ ആണല്ലോ. ഇതിപ്പോ ഇത് കണ്ടോ, ഇതെല്ലാം ഒരു ഡബിൾ ബ്രാക്കറ്റിനുള്ളതാണല്ലോ. പിന്നെ അവിടെ ലോവർ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ പോയേക്കുന്നതെല്ലാം ഡബിൾ ബ്രാക്കറ്റിന്റെ, എക്ക് കൊടുത്തേക്കുന്നതെല്ലാം ഈ ഡബിൾ ബ്രാക്കറ്റിന്റെ അകത്തേക്കാണ്. ഹാലൂസിനേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി എല്ലാം നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തേക്കുന്നേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ. ഓക്കെ, അപ്പൊ ഇത് ഞാൻ കോപ്പി ചെയ്ത് ഇടാൻ പോവാണ്. ഈ ബേസിക്കലി നിങ്ങൾക്ക് ക്ലോഡ് സ്കില്ല് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ആ ക്ലോഡ് സ്കില്ല് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടാം. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ സിസ്റ്റം പ്രോംപ്റ്റ് ഉണ്ടാക്കിയാൽ മതി. എപ്പോഴും അതിനകത്ത്, അതായത് കണ്ണ് മൂട്ടി വിശ്വസിക്കരുത്, ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ സബ് ഏജന്റ് ആഡ്, അതിനു മുമ്പ് ചാറ്റ് മോഡിൽ കൊടുക്കുകയാണ്. അതായത് ഏത് AI മോഡിലാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ AI മോഡിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പൊ ഞാൻ ഓപ്പൺ റൗട്ടറാണ് യൂസ് ചെയ്യുന്നത്, കാരണം റേറ്റ് ലിമിറ്റ് അടിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഓപ്പൺ റൗട്ടർ ചൂസ് ചെയ്തു. മെമ്മറി, സിമ്പിൾ മെമ്മറി, ടൂൾസിനകത്ത് ഞാൻ സബ് ഏജന്റാണ് യൂസ് ചെയ്യുന്നത്. AI ഏജന്റ് ടൂൾ ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് 3 ഏജന്റ് ടൂൾ ഉണ്ട്. ഇത് കോണ്ടാക്ട് ബുക്ക് ഏജന്റ് ആണ്. കോണ്ടാക്ട് ബുക്ക് ഏജന്റ് കൊടുക്കുക. എന്നിട്ട് ഈ സൂപ്പർവൈസർ ഏജന്റിന് ഇത് എന്ത് ഏജന്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ നമ്മളിവിടെ കൊടുക്കുകയാണ്. ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, യൂസ് ദി സബ് ഏജന്റ് ടു റിട്രീവ് ഇൻഫർമേഷൻ അബൌട്ട് ദ യൂസർ കോണ്ടാക്ട്. കോണ്ടാക്ട് സംബന്ധിച്ചുള്ള ഇൻഫോർമേഷൻ എല്ലാം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സബ് ഏജന്റ് യൂസ് ചെയ്യാനാണ് പേജിൽ ഞാൻ പറഞ്ഞേക്കുന്നത്.
എന്നിട്ട് ഈ സിസ്റ്റം യൂസർ മെസ്സേജ് ഇതായിരിക്കും സെൻഡ് ചെയ്യുക, നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന് അലൗ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇത് കൊടുക്കണം. ഈ ജെമിനൈ പോലത്തെ സൈനില്ലേ, അത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ AI സൂപ്പർവൈസർ ഏജന്റ് തന്നെ ഈ യൂസർ മെസ്സേജ് സ്പെസിഫൈ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ, ക്ലിയർ അല്ലേ ചേട്ടാ? എനിക്ക് വന്ദിതാദിനെ എന്താ ഉദ്ദേശിച്ചിട്ട് ട്രിഗർ എന്തിലൊക്കെയാണ് ട്രിഗർ ചെയ്യുന്നതെന്നാണോ? എന്താണ് കുറച്ചുകൂടി ഒന്ന് പറയാൻ? ഓക്കെ, ടെലിഗ്രാം ട്രിഗർ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ മെസ്സേജസിൽ മാത്രമേ ട്രിഗർ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ ഞാനിവിടെ ഈ മെസ്സേജ് ഒരു എഡിറ്റ് ഓപ്ഷൻ ഇല്ലേ, എഡിറ്റ് ചെയ്താൽ ട്രിഗർ ആവരുത്. യൂസർ ഒരു മെസ്സേജ് അയച്ചാൽ മാത്രമേ ട്രിഗർ ആവാൻ പാടുള്ളൂ എന്നാണ് ഈ മെസ്സേജ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം. ഇൻലൈൻ കൊറി അതൊക്കെ വേറെയാണ്, അതിനകത്തേക്ക് നമ്മൾ പോകുന്നില്ല. പിന്നെ ഇതൊക്കെ നമ്മൾ മറ്റേ ഒരു ബട്ടൺ ഇല്ലേ, ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ടെലിഗ്രാം ട്രിഗർ ആക്ടിവേറ്റ് ചെയ്യാനാണ് കോൾ ബാക്ക് സ്റ്റോറിയൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ എല്ലാ അപ്ഡേറ്റിലും ട്രിഗർ ആവണമെങ്കിൽ ഓൾ അപ്ഡേറ്റ് സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ മാത്രം ട്രിഗർ ആയാൽ മതി. അത് കാരണം മെസ്സേജ് മാത്രം സെലക്ട് ചെയ്തിട്ടുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഇനി കോണ്ടാക്റ്റിലേക്ക് വന്നു. നമ്മളിവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. എന്നിട്ട് ഈ സബ് ഏജന്റിനും സിസ്റ്റം പ്രോംപ്റ്റ് വേണം, എന്നാൽ മാത്രമേ അത് വർക്ക് ആവുള്ളൂ. പിന്നെ അവിടെ ഓപ്ഷൻസ് എടുത്തു. എന്നിട്ട് സിസ്റ്റം മെസ്സേജ് ഇല്ലേ, അത് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇതിനും സിസ്റ്റം മെസ്സേജ് കൊടുക്കുകയാണ്. ഇതും ഞാൻ ക്ലൗഡ് സ്കിൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പൊ എറർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ എറർ വരുന്നുണ്ട്, അപ്പൊ അതുകൂടി ക്ലിയർ ചെയ്തിട്ട് എനിക്കൊരു പുതിയ സിസ്റ്റം പ്രോംപ്റ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് വന്നേക്കണേ സിസ്റ്റം പ്രോംപ്റ്റ് ആണ് അത്. ഇത് ഞാൻ കോപ്പി ചെയ്തു. ഇതിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ബേസിൽ നമ്മൾ ഫസ്റ്റ് സൂപ്പർവൈസർ ഏജന്റ് ഇല്ലേ, അതിനകത്ത് ഉള്ള പോലെ തന്നെയാണ് ബേസിൽ. എന്താണെന്ന് ആദ്യം എന്താണെന്ന്, എയുടെ റോൾ എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ ഏതൊക്കെ ടൂൾസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു കൊടുത്തു. എന്തൊക്കെ ഓപ്പറേഷൻ സേവ് ചെയ്യേണ്ടതാണ് അതെല്ലാം പറഞ്ഞു കൊടുത്തു. ഈ നെയിം നോർമലൈസേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ചിലപ്പോൾ എന്റെ പേര് ഫുൾ ക്യാപിറ്റൽ ആയിരിക്കും സേവ് ചെയ്തിരുന്നത്. ഞാൻ ചിലപ്പോൾ ഫിൽട്ടർ ചെയ്യുമ്പോൾ ഫുൾ സ്മോൾ ലെറ്ററിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടിയൊന്നുമില്ല. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി റിട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നെയിം നോർമലൈസേഷൻ എന്ന് പറഞ്ഞൊരു റൂൾ കൊടുത്തേക്കുന്നത്. ഇത് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇതിനെ അവിടെ പേസ്റ്റ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? ശ്രദ്ധിച്ചിരിക്കാട്ടോ, കുറേ സ്റ്റെപ്സ് വരുന്നുണ്ട്. അത് കാരണം കൺഫ്യൂഷൻ ആവുണ്ടെങ്കിൽ പറയട്ടോ. ഓക്കെ, സിസ്റ്റം മെസ്സേജ് നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തും AI മോഡിൽ സ്പെസിഫൈ ചെയ്തു. ഞാൻ ഓപ്പൺ റൗട്ടർ, നിങ്ങൾ ജെമിനൈ ആണ് യൂസ് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്ത് കൊടുത്തു. സബ് ഏജന്റിന് മെയിൻലി നമ്മൾ മെമ്മറി കൊടുക്കാറില്ല, കാരണം എപ്പോഴും ഇൻഡിപെൻഡൻസ് ടാസ്ക് ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ കോണ്ടെക്സ്റ്റ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ സൂപ്പർവൈസർ ഏജന്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് ബേസ് ചെയ്തിട്ടായിരിക്കും നിന്റെ യൂസർ മെസ്സേജ് എന്തായാലും സൂപ്പർവൈസർ ഏജന്റ് കൊടുക്കുക. ഇതിന് മെമ്മറി നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ബേസിക്കലി. അപ്പൊ ഇതിന്റെ ടൂൾ നമ്മൾ എടുത്തു. കോണ്ടാക്ട് ഞാൻ സേവ് ചെയ്തേക്കുന്നത് ഗൂഗിൾ ഷീറ്റ്സിനകത്താണ്. അപ്പൊ നിങ്ങൾ എവിടെയാണ് സേവ് ചെയ്തേക്കുന്നത് അതിവിടെ കൊടുക്കുക. ഞാൻ സേവ് ചെയ്തേക്കുന്നത് ഗൂഗിൾ ഷീറ്റിലായിരുന്നു. ഗൂഗിൾ ഷീറ്റ് കൊടുക്കുക. ഗ്രീൻറ്റ് ഗൂഗിൾ ഷീറ്റ് സെലക്ട് ചെയ്തു. ഇതിന്റെ ക്രെഡൻഷ്യൽസ് സെലക്ട് ചെയ്തു. ഇതിനകത്ത് ടൂൾ ഡിസ്ക്രിപ്ഷൻ നമ്മൾ മാനുവലി സെലക്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ ഇതിനകത്ത് റിസോഴ്സ്
ഗെറ്റ് റോസ് നമ്മൾ റോസ് ആക്സസ് ചെയ്യാണല്ലോ. ഗെറ്റ് റോസ് ആണ് ഇതിനകത്ത് സെലക്ട് ചെയ്യേണ്ടത്. പുതിയ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ്, പുതിയ റോ അപ്പൻഡ് ചെയ്യുകയാണെങ്കിൽ അപ്പൻഡ് റോ, അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്ഡേറ്റ് റോ. നമ്മൾ റോസ് അതിനകത്തുള്ള റോസ് ആക്സസ് ചെയ്യാണ്. അപ്പൊ ഗെറ്റ് റോസ് ആണ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏത് ഡോക്യുമെന്റ് ആണ് കോണ്ടാക്ട് ബുക്ക് എന്നാണ് ഞാൻ സേവ് ചെയ്തിരുന്നത്, ആ ഷീറ്റ് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഏത് ഷീറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഷീറ്റ് 1 എൻ്റെ എല്ലാ സംഭവം ഞാൻ സേവ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? വോയിസ് വല്ലതും ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ. എന്നിട്ട് ഇപ്പൊ ഇതിനകത്ത് ഒരു ഫിൽറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത കാരണം എല്ലാം കൂടെയും അല്ല, എക്ക് ഫിൽറ്റർ ചെയ്യുന്നില്ല. ഇപ്പൊ ജോവൽ എന്ന് പറഞ്ഞ പേര് മാത്രമായിട്ട് ഫിൽറ്റർ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ എല്ലാം കൂടെ ആക്സസ് ചെയ്യുമ്പോൾ ടോക്കൺ യൂസേജ് കൂടും, ഇപ്പൊ റേറ്റ് ലിമിറ്റ് ആവും. അങ്ങനെ ഇപ്പൊ ഞാൻ പെയ്ഡ് API യൂസ് ചെയ്യുന്ന റേറ്റ് ലിമിറ്റ് ആവാൻ ചാൻസ് ഇല്ല. നിങ്ങളുടെ ചിലപ്പോൾ റേറ്റ് ലിമിറ്റ് ആവാം. ഫിൽറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യും കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് ഏത് കോളമാണ് ഫിൽറ്റർ ചെയ്യേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യാം. എനിക്ക് ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. നെയിം വെച്ച് ഫിൽറ്റർ ചെയ്യാൻ പറ്റണതും ഇമെയിൽ വെച്ച് പറ്റണതും 2 ഫിൽറ്റർ ഓപ്ഷൻ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് നെയിം വെച്ച് ഫിൽറ്റർ ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ അവിടെ നെയിമിന്റെ കോളം സെലക്ട് ചെയ്തു. വാല്യൂസ് ഡിസൈഡ് എന്താണ് വാല്യൂ എന്ന് തന്നെ ഡിസൈഡ് ചെയ്തോളൂ. പിന്നെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ പറഞ്ഞു കൊടുത്തു. ഇവിടെ എന്താണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഈ ഫീൽഡിനകത്ത് ആളുടെ പേരാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ അവിടെ സേവ് ചെയ്തിട്ടു. ഇതാണ് ഇവിടെ ഉള്ളത്. പിന്നെ ടൂൾ ഡിസ്ക്രിപ്ഷൻ, ആ ടൂൾ എന്തിനാ വേണ്ടിയിട്ടുള്ളതെന്ന് സബ് പേജിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ ടൂൾ ഡിസ്ക്രിപ്ഷൻ അവിടെ സെറ്റ് ഓട്ടോമാറ്റിക്കലി ആയിരിക്കും ഡിഫോൾട്ട് ആയിട്ട് കിടക്കുക. അത് സെറ്റ് മാനുവലി ആക്കിയിട്ട് ഞാൻ പറയാണ് ഈ ടൂള് ആളുടെ പേര് വെച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൂൾ എന്ന് പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് ഞാൻ ഇനി ഇമെയിൽ വെച്ച് ഫിൽറ്റർ ചെയ്യുന്ന ഒരു ഷീറ്റ്സിന്റെ ടൂൾ കൂടി കൊടുക്കുകയാണ്. അതിന്റെ ടൂൾ ഡിസ്ക്രിപ്ഷൻ യൂസ് ദിസ് ടൂൾ ടു സെർച്ച് ആൻഡ് ഗെറ്റ് ഇമെയിൽ ഓഫ് ദ പേഴ്സൺ ബൈ ഇമെയിൽ. ഇമെയിൽ വെച്ച് സെർച്ച് ചെയ്യാൻ ഈ ടൂൾ യൂസ് ചെയ്യാൻ ഞാൻ എൻ്റെ അടുത്ത് പറയാണ്. ഓപ്പറേഷൻ ഗെറ്റ് റോസ് ഏതാണ് ഷീറ്റ് ഏതാണെന്ന് പറഞ്ഞു കൊടുത്തു. ഷീറ്റ് 1 ആണ്. ഫിൽറ്റർ ഏത് കോളം വെച്ചാണ് ഫിൽറ്റർ ചെയ്യേണ്ടത്, ഇമെയിൽ കോളം വെച്ചാണ് ഫിൽറ്റർ ചെയ്യേണ്ടത്. എന്നിട്ട് അവിടെ എന്താണ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാണ്, അവിടെ എന്താ ഫില്ല് ചെയ്യേണ്ടതെന്ന് എഴുതിന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാണ്. ഇവിടെ ഈ വാല്യൂടെ അവിടെ ഈ മോഡൽ ഡിഫൈൻഡ് പറയാൻ പറ്റില്ല, അത് പ്രസ് ചെയ്തു. എന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാണ്. വോയിസ് ബ്രേക്ക് ആവുണ്ടോ പറയട്ടോ, ബ്രേക്ക് ആവുണ്ടെങ്കിൽ. ഓക്കെ. എന്നിട്ട് ഇമെയിലിന്റെ അതെല്ലാം സെറ്റായി. ഇനി പുതിയൊരു ഇമെയിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ നമുക്ക് കൊടുക്കും. അതിൽ ഇപ്പൊ നമ്മൾ ഇത് മാത്രം യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഗൂഗിൾ ഷീറ്റിൽ പോയിട്ട് നമ്മൾ തന്നെ ടൈപ്പ് ചെയ്ത് വെക്കേണ്ടി വരും. പക്ഷെ നമുക്ക് ഏജന്റ് വെച്ച് തന്നെ അത് ചെയ്യാൻ പറ്റും. അതേ വേണ്ടിയിട്ടാണ് ഈ ഇമെയിൽ ഐഡിയും യൂസർ ഐഡിയും ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതിനും ബേസിക്കലി സെയിം സംഭവം തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഫസ്റ്റ് വർക്ക് പോലെ ചെയ്ത പോലെ തന്നെ ഷീറ്റ്സിന്റെ ടൂൾ എടുക്കുക. എന്നിട്ട് മാനുവലി കൊടുക്കുക. ഇതിനകത്ത് ഈ ഓപ്പറേഷൻ കണ്ടോ, ഇത് ഡിഫോൾട്ട് ഗെറ്റ് റോസിലേക്ക് എടുക്കുക. അതിനെ അടുത്തിട്ട് എനിക്ക് പുതിയൊരു റോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടൂൾ യൂസ് ചെയ്യുന്നത്. അതായത് പുതിയ ഇമെയിൽ ഐ ഡി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഗെറ്റ് റോസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ ഇമെയിൽ ഐ ഡി ആഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അപ്ലിൻ റോ എന്ന് പറഞ്ഞ ഓപ്പറേഷനാണ് യൂസ് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്തു. എന്നിട്ട് ഡോക്യുമെന്റ് ഏതാണെന്ന് സെലക്ട് ചെയ്തു. അതിനകത്ത് ഏത് ഷീറ്റാണെന്ന് സെലക്ട് ചെയ്തു. ഈ ഇന്റർഫേസ് എല്ലാവർക്കും പരിചയമുള്ളതല്ലേ, വാല്യൂസ് ടു സെൻഡ്, നെയിം, ഇപ്പം നമ്മൾ ഏതെടുത്ത് പറയാണ് ഏതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് നമ്മൾ അവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം, നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ. ആദ്യം നമ്മൾ ആ ടൂൾ എന്തിനാണെന്ന് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. പുതിയ ഇമെയിൽ ഐ ഡി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണത്.
പിന്നെ നെയിമിന്റെ ഫീൽഡിന്റെ അവിടെ എന്താണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. ഇമെയിലിന്റെ ഫീൽഡിന്റെ അവിടെ എന്താണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. ഇപ്പൊ നെയിം ഇമെയിൽ എല്ലാം ക്രിയേറ്റ് ആയി. ഇനി ബേസിക്കലി ഈ കോണ്ടാക്ട് ഏജന്റിന് നെയിം വെച്ച് സെർച്ച് ചെയ്യാം, ഇമെയിൽ വെച്ച് സെർച്ച് ചെയ്യാം, ഒരു കോണ്ടാക്റ്റും ആഡ് ചെയ്യാം. അതാണ് ഇവിടെ ഉള്ളത്. ഇത് എല്ലാ കോണ്ടാക്റ്റും കൂടി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് വേണമെന്നില്ല, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. അത് ബേസിക്കലി ഇപ്പൊ കൺട്രോൾസ് കൊടുക്കുക, ഫിൽറ്റർ ഒന്നും കൊടുക്കാതിരുന്നാൽ മതി. എല്ലാം കൂടിയും അതിന് കിട്ടും. അത് ആക്സസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കോണ്ടാക്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഒറ്റ ഫയൽ തന്നെ ഓട്ടോമായിട്ട് കിട്ടും. അടുത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ജിമെയിൽ ഏജന്റ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? രണ്ടുപേർക്കാണോ മനസ്സിലായുള്ളൂ? ഓക്കെ, ഇനി നമ്മൾ ജിമെയിൽ ഏജന്റ് ആഡ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ കോണ്ടാക്ട് ഏജന്റ് ആഡ് ചെയ്തു. ഇനി നമ്മൾ ജിമെയിൽ ഏജന്റും ഏജന്റ് ടൂള് ഉണ്ടാക്കി. എന്നിട്ടും ബേസിക്കലി ഈ സ്റ്റെപ്സ് എല്ലാം റിപ്പീറ്റ് ചെയ്യാണ്. പിന്നെ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷൻ മാറും. ക്രിയേറ്റീവ് ഡ്രാഫ്റ്റ് വരുമ്പോൾ അതിന്റെ ഡിസ്ക്രിപ്ഷൻ മാറും. അത്രയേ ഉള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ 8 മണിയായി. അത് ചുമ്മാ കോപ്പി ചെയ്തെടുത്താൽ മതിയോ അത് ഓരോന്ന് കാണിച്ചു തരണോ? എന്താ ചെയ്യണ്ടേ? ആരെങ്കിലും ചാറ്റ് ബോക്സിൽ ഇടാമോ? ഓരോന്ന് കാണിച്ചു തരണമെങ്കിൽ ഒന്ന് തംസപ്പ് ഇടാമോ? എങ്ങനെയോ എല്ലാം ഓക്കെ, അങ്ങനെയാണെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, അടുത്തത് നമ്മൾ ജിമെയിൽ ക്രിയേറ്റ് ചെയ്യാനും ഡ്രാഫ്റ്റ് ചെയ്യാനും പറ്റണ ഒരു ജിമെയിൽ ഏജന്റ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ, ജിമെയിൽ സബ് ഏജന്റ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ബേസിക്കലി സെയിം സംഭവം തന്നെ. നമ്മൾ ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യണം. ഡിസ്ക്രിപ്ഷൻ ഇപ്പൊ കൊടുത്തു. അതായത് യൂസർ ഇമെയിലിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സെൻഡ് ചെയ്യാനോ ട്രാക്ക് ചെയ്യാനോ എല്ലാം പറയുകയാണെങ്കിൽ ഇമെയിൽ യൂസ് ചെയ്യാനാണ് പറയുന്നത്. പിന്നെ ഇത് നമ്മൾ യൂസർ മെസ്സേജ് ഏജന്റ് പ്രൊവൈഡ് ചെയ്യുന്ന കാരണം നമ്മളിത് ഓണാക്കി. പിന്നെന്താ, സിസ്റ്റം മെസ്സേജ് നമ്മൾ സിസ്റ്റം പ്രോംപ്റ്റ് കൊടുക്കണം. ഇതിനകത്ത് ബേസിക്കലി നമ്മുടെ മറ്റേ കോണ്ടാക്ട് ബുക്ക് ഏജന്റ് പോലെ തന്നെ എന്തൊക്കെ ടൂൾസ് അവൈലബിൾ ആണ്, എന്താണ് ചെയ്യുന്നത്, എപ്പോഴൊക്കെയാണ് ട്രിഗർ ചെയ്യേണ്ടത്, ടൂൾസ് എന്തൊക്കെ അവൈലബിൾ ആണ്, ഡ്രാഫ്റ്റ് എപ്പോഴാണ് ചെയ്യേണ്ടത്, സെൻഡ് എപ്പോഴാണ് ചെയ്യേണ്ടത്, ഗെറ്റ് ഓപ്പറേഷൻ എപ്പോഴാണ് ചെയ്യേണ്ടത്, അതെല്ലാം ആണ്. പിന്നെ അവിടെ സിസ്റ്റം പ്രോംപ്റ്റ് അവിടെ കോപ്പി ചെയ്തിട്ടു. ഇതും ഞാൻ ഈ ട്യൂട്ടോറിയലിൽ കാണുന്ന എല്ലാ സിസ്റ്റം പ്രോംപ്റ്റും ഞാൻ ക്ലൗഡ് സ്കിൽ യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ചാറ്റ് മോഡിൽ ഞാൻ ഓപ്പൺ റൗട്ടർ കൊടുക്കുകയാണ്. ടൂൾസ് നമ്മൾ ജിമെയിൽ ടൂൾ സെലക്ട് ചെയ്തു. നിങ്ങൾ ഇതിനകത്ത് ടൂൾസ് സെർച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ജിമെയിൽ നോക്കുമ്പോൾ ഈ ജിമെയിൽ വേറെ ഹ്യൂമൻ ഇൻ ദ ലൂപ്പ് എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷനിലും ജിമെയിലാണ്. അത് നമ്മൾ കവർ ചെയ്യുന്നില്ല. അത് ബേസിക്കലി ഇപ്പോൾ ഏജന്റ് എന്തെങ്കിലും ഡിസിഷൻ ടേക്ക് ചെയ്യുമ്പോൾ ഒരു ഹ്യൂമൻ വെരിഫിക്കേഷന് വേണ്ടിയാണ് ഈ ജിമെയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് അതർ ടൂൾസിന്റെ സെക്ഷനിലുള്ള ജിമെയിൽ ടൂളാണ്. സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ജിമെയിൽ ടൂളാണ്. ഞാൻ അത് സെലക്ട് ചെയ്തിട്ട് എനിക്ക് മനസ്സിലാൻ വേണ്ടി ഡ്രാഫ്റ്റ് എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് റിസോഴ്സ് ആണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്, ഡ്രാഫ്റ്റ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഡ്രാഫ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യണോ ഡിലീറ്റ് ചെയ്യണോ? ഞാൻ ഒരു ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കാരണം ഓപ്പറേഷൻ ക്രിയേറ്റ് കൊടുത്തു. എന്നിട്ട് സബ്ജക്റ്റ് ഏജന്റ് ഡിസൈഡ് ചെയ്യും. അതിന്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കണം. ഇമെയിൽ ടൈപ്പ് ടെക്സ്റ്റ് ആണ്, മെസ്സേജും ഡിസൈഡ് ചെയ്തോളും. എന്നിട്ട്
ബേസിക്കലി അതിന്റെ അവിടെ എന്താ ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യണം. ഉം, ഇപ്പൊ അവന് ഈ ഡ്രാഫ്റ്റ് മെയിലില് ടു ഇമെയില് ഈ ഓപ്ഷൻസ് എന്ന് പറഞ്ഞ സെക്ഷന്റെ അടിയിലായിരിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ലെറ്റ് ദ മോഡൽ ഡിഫൈൻഡ് കൊടുത്തു. എന്നിട്ട് നമ്മളിവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാണ്. അപ്പൊ അത് സെലക്ട് ചെയ്ത് കൊടുത്തു. എന്തെങ്കിലും ഡൗട്ട് ഇതുവരെ ഉണ്ടോ? ക്ലിയർ ആണോ എല്ലാം? വോയിസ് എല്ലാം ബ്രേക്ക് ആവുണ്ടെങ്കിൽ പറയണേ. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൂൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഇമെയിൽ കാണിക്കാം. അല്ല, ടൂള് ക്രിയേറ്റ് ചെയ്യാം. അതും ഇതേപോലെ തന്നെ സെലക്ട് ചെയ്തു, ജിമെയിൽ സെർച്ച് ചെയ്തു, അത് സെക്ഷനകത്ത് ജിമെയിൽ ടൂൾ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഒരു ടൂളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മെസ്സേജ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനകത്ത് എന്ത് ഓപ്പറേഷൻ ആണോ, സെൻഡ് ഓപ്പറേഷൻ ആണോ, റിമൂവ്, ഗെറ്റ്, ഡിലീറ്റ്, അതിനകത്ത് ഞാൻ സെൻഡ് ഓപ്പറേഷൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ റിസീവേഴ്സ് ഇമെയിൽ അഡ്രസ്സ് അതെല്ലാം ഡിസൈഡ് ചെയ്തോളും. ഇവിടെ ഇമെയിൽ ടൈപ്പ് HTML മാറ്റി ടെക്സ്റ്റ് ആക്കാം. HTML യൂസ് ചെയ്യണമെങ്കിൽ അതനുസരിച്ചുള്ള പ്രോംപ്റ്റ് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാണ്. ടു അഡ്രസ്സിൻ്റെ അവിടെ റിസീവേഴ്സിന്റെ ഇമെയിൽ അഡ്രസ് ആണ്. ഏതെടുത്ത് ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. സബ്ജക്റ്റിന് അവിടെ എന്താണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് കൊടുത്തു. പിന്നെ ഇമെയിൽ ടൈപ്പ് അവിടെ ആ ഫീൽഡിൽ എന്താണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള ഡിസ്ക്രിപ്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ബോഡി ഓഫ് ദ ഇമെയിൽ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്രിയേറ്റ് ചെയ്തു. സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഇമെയിൽ ടൂൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഗെറ്റ് മെനി മെസ്സേജ് ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഇന്നൊരാൾ മെസ്സേജ് അയച്ചോന്ന് ഏജന്റിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അത് തന്നെ പോയി സെർച്ച് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയും, ഇയാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇതാണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു സമ്മറൈസ് ചെയ്ത് എനിക്ക് തരും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഗെറ്റ് മെനി മെസ്സേജസ് എന്ന് പറഞ്ഞ ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതും നമ്മളിവിടെ ടൂൾസിൽ പോയി ആഡ് ചെയ്യാണ്. ജിമെയിലിൽ സെർച്ച് ചെയ്തു. എന്നിട്ട് മെസ്സേജസിലാണ് നമ്മൾ ഡ്രാഫ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്തായിരിക്കും ആക്സസ് ചെയ്യുക. എനിക്ക് റിസീവ് ചെയ്ത മെസ്സേജസ് ആണ് ആക്സസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ മെസ്സേജസ് സെലക്ട് ചെയ്തു. എന്നിട്ട് സെൻഡ് ഓപ്പറേഷൻ അല്ല എനിക്ക് വേണ്ടത്. അതായത് എനിക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി എനിക്ക് വന്ന മെസ്സേജസ് ആണ് ആക്സസ് ചെയ്യേണ്ടത്. ഞാൻ ഗെറ്റ് മെനി സെലക്ട് ചെയ്തു. ഗെറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ മെസ്സേജിന്റെ ID പ്രൊവൈഡ് ചെയ്യണം. അത് കുറച്ച് പാടുള്ള പണിയാണ്. അപ്പൊ നമ്മൾ ഗെറ്റ് മെനി കൊടുത്തു. എന്നിട്ട് ലിമിറ്റ് നമ്മളൊരു 50 കൊടുത്തു. എന്നിട്ട് എങ്ങനെയാണ് സെർച്ച് ചെയ്യേണ്ടത്, ഫിൽറ്റർ നമ്മൾ കോണ്ടാക്ട് ഏജന്റ് സെലക്ട് ചെയ്തത് തന്നെ എങ്ങനെയൊക്കെയാണ് ഫിൽറ്റർ ചെയ്യേണ്ടതെന്നുള്ളത് കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ അവിടെ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അവിടെ മോഡൽ തന്നെ ഡിഫൈൻ ചെയ്തോളും. അവിടെ എന്താണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ കൊടുക്കുകയാണ്. രണ്ടും ഇത് ഞാൻ ബേസിക്കലി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എങ്ങനെയൊക്കെയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റുമെന്ന് കൊടുത്തു. അത് നേരെ ക്ലോഡിലേക്ക് ഇട്ട് കൊടുത്തു. അത് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു ഡിസ്ക്രിപ്ഷനാണ് ഇത്. എന്നിട്ട് നമുക്ക് ജിമെയിൽ ഏജന്റ് അങ്ങനെ കംപ്ലീറ്റ് ആയി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഒന്നോടെയും പറഞ്ഞു തരുമോ? വല്ലതും ചെയ്യണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ. നമുക്ക് റിസീവ് ചെയ്യുന്ന മെസ്സേജ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ടൂൾ കൊടുത്തു. പുതിയ മെസ്സേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൂൾ കൊടുത്തു. ഒരു മെസ്സേജ് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൂൾ കൊടുത്തു. ഇനി നമുക്ക് കലണ്ടർ ഏജന്റ് ക്രിയേറ്റ് ചെയ്യാം.
നമ്മുടെ ഏജന്റ് ടൂൾ സെലക്ട് ചെയ്തു. എന്നിട്ട് പിന്നെ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. ആ ടൂൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഡിസ്ക്രിപ്ഷൻ. The user say to remind or schedule anything like that. ഈ സബ്ജക്ട് വല്ല റിമൈൻഡർ ഉള്ള സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സബ്ജക്റ്റിനാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കുന്നത്. പിന്നെ പ്രോംപ്റ്റ് മെസ്സേജ് തന്നെ ഡിസൈഡ് ചെയ്തോളും. പിന്നെ നമ്മൾ ഇതിനകത്ത് കൊടുക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റം മെസ്സേജ്. ഇതിനകത്തും നമ്മൾ ഡേറ്റും ടൈമും കോണ്ടെക്സ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇവന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടൈം ബേസ്ഡും ഡേ ബേസ്ഡും ആയിരിക്കും ഇവന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ മറ്റേ സൂപ്പർവൈസർ റേഞ്ചിൽ പ്രൊവൈഡ് ചെയ്ത പോലെ തന്നെ അതേ സെയിം കോണ്ടെക്സ്റ്റ് ആണ് ഡേറ്റും ടൈമിനെ കുറിച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് വെക്കുന്നത്. പിന്നെ ടൂൾസ് അവൈലബിലിറ്റി എങ്ങനെയൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇവന്റ്സ് യൂസ് ചെയ്യുന്നത്, ടൂൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഡാറ്റ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, അതെല്ലാം ഒരു നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കോപ്പി ചെയ്ത് സിസ്റ്റം മെസ്സേജിലേക്ക് ഇടാം. ഇനി നമുക്ക് ടൂള് എല്ലാം ടൂള് ആഡ് ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ടോക്കറിനെ ആഡ് ചെയ്തു. മെമ്പർ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ടൂള് സെലക്ട് ചെയ്തു. കലണ്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കലണ്ടറിലാണ്. നമുക്ക് വേണമെങ്കിൽ വേറെ ടൂളിനകത്തും ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ കലണ്ടറിലാണ് ക്രിയേറ്റ് ചെയ്തത്. ഗൂഗിൾ കലണ്ടർ നമുക്കിവിടെ കാണാം. ഇപ്പൊ ഗൂഗിൾ കലണ്ടർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്നലത്തെയും മീനിങ്ങാത്ത ട്യൂട്ടോറിയലിനകത്ത് ജിമെയിലിന്റെയും ഗൂഗിൾ ഷീറ്റിന്റെയാണ് ക്രെഡൻഷ്യൽസ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങളിന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഗൂഗിൾ കലണ്ടർ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ക്രെഡൻഷ്യൽസ് സെറ്റപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ അത് ഓർക്കാവില്ല. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 2 ടൂളാണ് കൊടുത്തേക്കുന്നത്. ഒരെണ്ണം ഇവന്റ് ക്രിയേറ്റ് ചെയ്യണം, ഒരെണ്ണം എനിക്ക് നേരത്തെ ഉള്ള ഇവന്റ് ആക്സസ് ചെയ്യാനും ആണ് ഞാൻ 2 ടൂൾ കൊടുത്തേക്കുന്നത്. നമ്മൾ ക്രിയേറ്റ് ആൻ ഇവന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ എന്ത് റിസോഴ്സ് ആണ് എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇവന്റ് ആണ് എഡിറ്റ് ചെയ്യുന്നത്. ഇവന്റ് സെലക്ട് ചെയ്തു. ഇവന്റിനകത്ത് ക്രിയേറ്റ് ചെയ്യണോ, ഡിലീറ്റ് ചെയ്യണോ, അത് ആക്സസ് ചെയ്യണോ, ഗെറ്റ് ചെയ്യണോ. ഗെറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇവന്റ് ഉണ്ടെങ്കിൽ അതിന് ആക്സസ് ചെയ്യാം, ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യാം. അതിനാണ് ഗെറ്റ് ഇവന്റ് യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചേട്ടാ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, മറ്റേ ക്രെഡൻഷ്യൽസിന്റെ ഒരു വശം കൂടി ഒന്ന് പറയൂ, ക്ലിയർ ആയില്ലായിരുന്നു. ഓക്കെ. ഇപ്പൊ നമ്മള് ഇന്നലെയും നമ്മുടെ ഫസ്റ്റ് ഡേയും എന്റെ ഫസ്റ്റ് ഡേ ഞാൻ ഷീറ്റ്സിന്റെയും ജിമെയിലിന്റെയും ആണ് ക്രെഡൻഷ്യൽസ് നിങ്ങളെ കൊണ്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇന്ന് നിങ്ങൾ കലണ്ടറിന്റെ ക്രെഡൻഷ്യൽസ് ആഡ് ചെയ്യുമ്പോൾ ഇതിനകത്ത് പുതിയ കലണ്ടറിലെ ക്രെഡൻഷ്യൽസ് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. അപ്പൊ അതാണ് പറഞ്ഞത്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ. ഇതിനകത്ത് ക്രിയേറ്റ് ഓപ്പറേഷൻ നമ്മൾ ക്രിയേറ്റ് കൊടുത്തു. എന്നിട്ട് കലണ്ടറിനകത്ത് ലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് നമ്മുടെ ജിമെയിൽ ഐ ഡി, നമ്മൾ സൈൻ ഇൻ ചെയ്ത ജിമെയിൽ ഐ ഡി ഏതാണോ അത് ഇവിടെ കാണും. അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ സ്റ്റാർട്ട് ടൈമും എൻഡ് ടൈമും തന്നെ ഡിസൈഡ് ചെയ്യുന്നതായിരുന്നു. അപ്പൊ നമ്മൾ അത് സെലക്ട് ചെയ്യുക. അത് രണ്ടും എക്ക് ഡിസൈഡ് ചെയ്യുന്നതുകൊണ്ടും നമ്മൾ ഈ മറ്റേ ആ സിമ്പിൾ സെലക്ട് ജെമിനിയുടെ സിമ്പിൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ആ ഫീൽഡിന്റെ അവിടെ എന്താണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. സ്റ്റാർട്ട് ടൈമിൽ കൊടുക്കുക. പിന്നെ എൻഡിന്റെ അവിടെ എന്താ കൊടുക്കേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുക. എൻഡ് ടൈം എന്ന് പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഇപ്പൊ പിന്നുള്ളത് പിന്നെ ഫീൽഡ്സിനകത്ത് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞ ഫീൽഡിനകത്ത് ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന, ഇപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്തില്ല, അതിനകത്ത് വേണ്ടില്ലേ ഡിന്നർ ഇവന്റ് എന്നൊക്കെ പറഞ്ഞ ഒരു സമ്മറി, പിന്നെ ഇതൊക്കെ വരണമെങ്കിൽ നമ്മള് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു സമ്മറി എന്ന് പറഞ്ഞത്
രണ്ടും ഫില്ല് ചെയ്താലാണ് അങ്ങനെ വരുള്ളൂ. ഈ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ കാണുന്നില്ലേ, ഈ ഡിന്നർ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്നില്ലേ, അതാണ് ഡിസ്ക്രിപ്ഷൻ. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കാണുന്നതാണ് സമ്മറി. അപ്പൊ അത് രണ്ട് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ആഡ് ഫീൽഡില്ലേ, ഈ ആഡ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇതിനകത്താണ് അത് രണ്ടും ഉള്ള ഓപ്ഷൻ കൊടുക്കുന്നത്. അപ്പൊ നമ്മള് ഡിസ്ക്രിപ്ഷൻ തന്നെ ഡിസൈഡ് ചെയ്തോളും. അതിന്റെ ഒരു അവിടെ എന്ത് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള ഡിസ്ക്രിപ്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ സമ്മറി അതും തന്നെ ഡിസൈഡ് ചെയ്തോളും. അതിന്റെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുത്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വോയിസ് വല്ലതും ബ്രേക്ക് ആവോ, ക്ലിയർ ഇല്ലാതിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ക്ലിയർ അല്ലേ? എല്ലാവരും തംസ് അപ്പ് ഇടാമോ ക്ലിയർ ആണെങ്കിൽ? വോയിസ് ഒക്കെ ക്ലിയർ ആണെങ്കിൽ, മനസ്സിലാവുന്നുണ്ടെങ്കിൽ. വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ ഒരു ഇവന്റ് ക്രിയേറ്റ് ചെയ്യാവുന്ന ടൂൾ സെറ്റപ്പ് ചെയ്തു. അതിനകത്ത് സ്റ്റാർട്ട് ഉണ്ട്, എൻഡ് ടൈം കൊടുക്കണം, അതെല്ലാം ഡിസൈഡ് ചെയ്തോളും. അഡീഷണൽ ഫീൽഡിനകത്ത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം, സമ്മറി കൊടുക്കണം. ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡിന്നർ എന്ന് പറഞ്ഞ് ഇവിടെ കാണുന്നതാണ് ഡിസ്ക്രിപ്ഷൻ. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഡിന്നർ ഇവന്റ് എന്ന് പറഞ്ഞ് കാണുന്നതാണ് സമ്മറി. അങ്ങനെ നമ്മുടെ ക്രിയേറ്റ് ആൻ ഇവന്റിന്റെ കലണ്ടർ ആ ഒരു ടൂൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ കലണ്ടറിനകത്തുള്ള ഇവന്റ് ആക്സസ് ചെയ്യാൻ, എനിക്ക് നാളെ എന്തെങ്കിലും ഇവന്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വന്ന് സെർച്ച് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടുള്ള ടൂൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകണം. ഇതിൽ നമ്മൾ കലണ്ടർ ടൂൾ എടുത്തു, റിസോഴ്സ് ഇവന്റ് ആവുന്നു. ഇവിടെ ഓപ്പറേഷൻ്റെ അവിടെ നമ്മൾ ജിമെയിലിനകത്ത് സെലക്ട് ചെയ്ത് വെക്കണം. ഗെറ്റ് മെയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഗെറ്റ് മെനു സെലക്ട് ചെയ്തു. നമ്മുടെ ജിമെയിലിൽ ഏതാണോ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ലിമിറ്റ് ഒരു 50 കൊടുത്താൽ പിന്നെ ഇത് രണ്ടും ഡിസൈഡ് ചെയ്തോളൂ. അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കണം. കണ്ടില്ലേ, അത് ആ ഫീൽഡിൽ കൊടുക്കേണ്ടത് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ബിഫോറിന് അവിടെ എന്താണ് കൊടുക്കേണ്ടതെന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. പിന്നെ വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അത്രയും കൊടുത്താൽ മതി. വേറെ എന്തെങ്കിലും മിസ് ചെയ്തോ? പിന്നെ ടൂൾ ഡിസ്ക്രിപ്ഷൻ, ഈ ടൂൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഡിസ്ക്രൈബ് കൊടുക്കാൻ വ്യക്തിയും വേണ്ടിയിട്ടാണ്. കമ്മിങ് ഇവന്റ്സിനെ കുറിച്ച് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണെന്ന് ഞാൻ പ്രൊവൈഡ് ചെയ്തു. പിന്നെ ഇത് പുതിയ ഇവന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. ഇവിടെയും ടൂൾ ഡിസ്ക്രിപ്ഷൻ നമ്മൾ മാനുവലി കൊടുക്കുകയാണ്. നമ്മൾ ബേസിൽ കഴിഞ്ഞു. ഇനി ഇപ്പൊ ഞാൻ ഇവിടെ ചാറ്റ് N8 തമ്മിലുള്ള ചാറ്റിനോട് യൂസ് ചെയ്ത കാരണം ഇവിടെ നമ്മൾ ഇവിടെ ഔട്ട്പുട്ടിലേക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ ടെലിഗ്രാം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് ടെലിഗ്രാമിന്റെ സെൻഡ് മെസ്സേജ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ടെലിഗ്രാമിൽ സെർച്ച് ചെയ്യുക, ടെലിഗ്രാം വരയ്ക്കുക, അതിനകത്ത് മെസ്സേജ് ഐക്കൺസ് ഇല്ലേ, അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ സെൻഡ് ടെക്സ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞ ഒരു ടൂൾ നമുക്കിവിടെ കാണാം. സെൻഡ് ടെക്സ്റ്റ് മെസ്സേജ് ഇവിടെ, അത് സെലക്ട് ചെയ്യുക. അത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആയിട്ടുണ്ടാവും, അത് കണക്ട് ആയിട്ടുണ്ടാവും.
എന്നിട്ട് നമ്മളെ API ഇവിടെ കൊടുക്കുക, ചാറ്റ് ഓപ്പറേഷൻ, ചാറ്റ് ഐ ഡി. ഇത് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് ഇപ്പൊ ഈ പ്രീവിയസ് നോഡ് എക്സിക്യൂട്ട് ചെയ്യാത്ത കാരണമാണ് നമ്മുടെ ഈ സൈഡിലൊന്നും കാണാത്തത്. അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഡാറ്റ കിട്ടും. അപ്പൊ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും വല്ല ക്ലിയർ വോയിസ് കട്ടായി പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ട് മനസ്സിലാവാതെ വല്ല ഇരിക്കണ്ടോ? ഓക്കെ. അപ്പൊ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ എക്സിക്യൂട്ട് വർക്ക് കൊടുത്തു. ഹലോ, നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ സിമ്പിൾ മെമ്മറിയുടെ അവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. സിമ്പിൾ മെമ്മറി ഈ വീട്ടിൽ തന്നെയുള്ള ചാറ്റ് യൂസ് ചെയ്യുമ്പോഴാണ് അതിനകത്ത് ഓട്ടോമാറ്റിക്കലി ഡിഫൈൻ ആവും. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഒരു എറർ വന്നത്. ഞാൻ N8 യൂസ് ചെയ്യുമ്പോൾ സിമ്പിൾ മെമ്മറി ടെലിഗ്രാമിനാണ് യൂസ് ചെയ്യുന്നത്. ക്രെഡിറ്റ്സ് ആണ്. ഇവിടെ എന്താന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യട്ടോ. ഞാൻ ഈ സിമ്പിൾ മെമ്മറി എങ്ങനെ യൂസ് ചെയ്യാം അതെല്ലാം എനിക്ക് അറിയില്ല. നമുക്കിത് യൂസ് ചെയ്യാം. ഇതിനകത്ത് ബേസിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടുന്ന് ഔട്ട്പുട്ട് വരും, അത് നമുക്ക് ഈ സൈഡിൽ കാണാം. എന്നിട്ട് ഇവിടെ കണ്ടില്ലേ, നമുക്ക് ഈ നോഡിൽ എക്സിക്യൂട്ട് ആയിട്ടുള്ള ഡാറ്റ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്, നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം. എന്നിട്ട് ഇപ്പൊ നമുക്ക് ചാറ്റ് ഐ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അയച്ച മെസ്സേജിനുള്ള റിപ്ലൈ എനിക്ക് തന്നെ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചാറ്റ് ഐ ഡി യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഇവിടെ ഒരു ID ചോദിച്ചിട്ടില്ലേ, അത് ബേസിക്കലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ യൂസറിനും ചിലപ്പോൾ ഓരോ കോണ്ടാക്ട് ആയിരിക്കും. അത് ബേസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ID പ്രൊവൈഡ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ടെലിഗ്രാമിന്റെ ID എടുക്കുക, ചാറ്റ് ID പ്രൊവൈഡ് ചെയ്യണം. ഇതെടുത്തിട്ട് ഈ ഇവിടെ ചാറ്റ് എന്ന് പറഞ്ഞ സെക്ഷന്റെ അടിയിൽ ID എന്ന് പറഞ്ഞിട്ടില്ലേ, അത് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഇടുമ്പോൾ എനിക്ക് തന്നെ ആയിരിക്കും മെസ്സേജ് വരിക. പിന്നെ ഈ ടെക്സ്റ്റിന്റെ അവിടെ ഇപ്പൊ ഈ AI ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ്. ഇവിടെ നമുക്ക് ഹലോ എന്ന് പറഞ്ഞ് അയച്ചു നോക്കാം, എന്തെങ്കിലും എറർ വരുമോ നോക്കാം. ഓക്കെ, അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ടെലിഗ്രാമിന്റെ ഇൻപുട്ട് അല്ല കൊടുത്തത്. ടെലിഗ്രാമിന്റെ ഇൻപുട്ട് അല്ല അത് വരുന്നത്, ഈ നെറ്റിൽ തന്നെ ചാറ്റ് ചെയ്യുന്ന അതിൽ നിന്നാണ് ഇൻപുട്ട് വരുന്നത്. അപ്പൊ അത് ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. എന്തെങ്കിലും കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ നിങ്ങൾ റൺ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ എറർ വരും. അപ്പൊ ഇതേപോലെ തന്നെ ബേസിക്കലി ഞാനും പഠിച്ചത്. ഓക്കെ, അപ്പൊ എറർ വന്നു എന്ന് പറഞ്ഞ ആരും എന്താ N8 പാടാന്ന് പറഞ്ഞിരിക്കരുത് കേട്ടോ. എല്ലാവർക്കും ക്ലിയർ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? വോയിസ് ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഇഷ്യൂ വല്ല ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഞാൻ ഓപ്പൺ ചാറ്റ് കൊടുത്തു, ഹലോ എന്ന് പറഞ്ഞ് കൊടുത്താണ്. എന്തെങ്കിലും എറർ വരുമോ നമുക്ക് നോക്കാം. ഓക്കെ, വലിയ എറർ ഒന്നും വന്നിട്ടില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ഓൺ ചെയ്തു, ചാറ്റ് മെസ്സേജ് ഇപ്പോൾ വന്നിട്ടില്ല.
ഇത് ഇവിടെ ഏജന്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടില്ലേ, ഇപ്പൊ നമ്മൾ ടെലിഗ്രാമാണ് യൂസ് ചെയ്യുന്നെങ്കിൽ ഇവിടെ ടെലിഗ്രാമിന്റെ ചാറ്റ് ഐ ഡി കൊടുക്കുക. എന്നിട്ട് ടെക്സ്റ്റിന്റെ അവിടെ ഏജന്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഇട്ടാൽ മതി. അപ്പൊ ഈ മെസ്സേജ് നമുക്ക് ഇവിടെ കിട്ടും. ഇപ്പൊ കാണിച്ചു തരാനാണെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. ഉണ്ടാവുന്നു. ഈ ചാറ്റ് ഐ ഡി ഞാൻ കോപ്പി ചെയ്തിട്ട് ചുമ്മാ ഒരു എക്സാമ്പിൾ ട്രെയിൽ ചുമ്മാ കാണിച്ചു തരാം. ശരിക്കും ഡൈനാമിക് ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അവിടെ പേസ്റ്റ് ചെയ്തു, എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്തു, വരുമെന്ന് നോക്കാം. ഹലോ, ഓക്കെ, ഇവിടെ കണ്ടോ? ഞാനിവിടെ മെസ്സേജ് അയച്ചു, എന്നിട്ട് ഔട്ട്പുട്ട് ഞാൻ ഇതിനകത്തേക്കാണ് സെറ്റ് ചെയ്തത്, ടെലിഗ്രാമിലേക്ക്. ടെലിഗ്രാമിൽ ഞാൻ ഇവിടെ ചാറ്റ് ഐ ഡി ചുമ്മാ കോപ്പി ചെയ്തിട്ടായിരുന്നു. ഇപ്പൊ ഇതിനകത്ത് ആര് മെസ്സേജ് അയച്ചാലും എനിക്ക് തന്നെയായിരിക്കും മെസ്സേജ് വരിക. എന്നിട്ട് ഇവിടെ ഏജന്റിന്റെ ഔട്ട്പുട്ട് ഞാൻ ഇവിടേക്ക് ഡ്രാഗ് ചെയ്തിട്ടു. എന്നിട്ട് എനിക്ക് ആ മെസ്സേജ് വന്നു, ഐ അഗൈൻ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് എന്ന് പറഞ്ഞു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് വല്ലതും ഉണ്ടോ? ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ഏജന്റ് വർക്ക് ആവും നമുക്ക് നോക്കാം. അഥവാ എന്തെങ്കിലും എറർ വരികയാണോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതുവരെയും ഡൗട്ട് ഒന്നുമില്ലല്ലോ, ക്ലിയർ അല്ലേ? ഓഡിയോ ഇഷ്യൂ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഞാൻ ഇന്നലെ ക്വാളിഫിക്കേഷൻ എടുത്ത് നോക്കിയപ്പോഴാണ് കണ്ടത് കുറെ തവണ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പക്ഷെ ആരും അങ്ങനെ പറഞ്ഞില്ല. എന്തെങ്കിലും ചേട്ടാ അപ്പോ ട്രിഗർ വേണം. ടെലിഗ്രാം ട്രിഗർ വേണം. ഇപ്പൊ ഇവിടെ എന്താ എനിക്ക് എറർ എന്താ വന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ ഇവിടെ സിമ്പിൾ മെമ്മറിയിനകത്ത് കോണ്ടാക്ട് സേവ് ചെയ്യുന്നത് ഒരു ഐ ഡി വെച്ചിട്ടാണ്. ഇത് കണ്ടോ, ഇപ്പോൾ ഒരു റാൻഡം നമ്പർ കണ്ടില്ലേ, അതൊരു സെഷൻ കീ യൂസ് ചെയ്തിട്ടാണ് ഈ കോണ്ടാക്ട് സേവ് ചെയ്യുന്നത്. ഞാൻ ഉണ്ടാക്കിയ ബോട്ടെല്ലാം കോണ്ടാക്ട് ആയിട്ട് മെമ്മറി കൊടുത്തേക്കുന്നത് റെഡിസ് എന്ന് പറഞ്ഞൊരു ഒരു ഡാറ്റാബേസ് ആണ്. അപ്പൊ ഞാൻ സിമ്പിൾ മെമ്മറി ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് തന്നെയാണ് ആ എറർ എങ്ങനെ സോൾവ് ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല. ഇത് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഇഷ്യൂ വരാറില്ല. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഈ ചാറ്റ് മെസ്സേജ് വെച്ച് തന്നെ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ റെഡിസ് എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ ഒന്ന് അല്ല ടെലിഗ്രാം നോട് യൂസ് ചെയ്യുമ്പോൾ സിമ്പിൾ മെമ്മറി എങ്ങനെ യൂസ് ചെയ്യേണ്ടത് ഞാൻ ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പറഞ്ഞുതരാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഏജന്റ് വർക്ക് ആവും നമുക്ക് നോക്കാം. ഇതിനകത്ത് കോണ്ടാക്റ്റിനകത്ത് എന്റെ ഇമെയിൽ ഐ ഡി കിടക്കുന്നുണ്ട്. ജോയിൽ ഒരു ഇമെയിൽ അയക്കാൻ പറഞ്ഞു. സബ് ഏജന്റ് കോൾ ചെയ്തു, എന്റെ പേര് വെച്ച് സെർച്ച് ചെയ്തു, എന്നിട്ട് റിസൾട്ട് വന്ന് കിട്ടി. ഞാൻ ജോയൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഇമെയിൽ കണ്ടുപിടിച്ചു. എന്താണ് ഇമെയിൽ പറയേണ്ടത്, സബ്ജക്റ്റ് പറയാം, അതൊക്കെ ബേസിക്കലി നമ്മൾ കണ്ടില്ലേ, ഇതിനകത്തുള്ള സംഭവം തന്നെയാണ് അതിനകത്ത് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാം നമുക്ക് ഇത് നിങ്ങൾ ഇന്നലെ ടാസ്ക് സബ്മിറ്റ് ചെയ്ത കേട്ടോ. ഞാൻ അതിനകത്തൊരു റാൻഡം ആൾക്ക് ഇപ്പൊ ഇമെയിൽ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം, വർക്ക് ആവുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഈ ഫസ്റ്റ് കാണുന്ന ആൾ ഇതിനകത്തുണ്ടോ? ക്രിസ്റ്റീന ബിജു എന്ന് പറഞ്ഞ ആദിശങ്കരി എന്നുള്ളത് ഉണ്ടോ? ഇവിടെ ഉണ്ടോ? മീറ്റിനകത്ത് ഉണ്ടോ? ഒക്കെ
ഉണ്ട്. ഓക്കെ, നമുക്ക് ആ മെയിലിലേക്കൊന്ന് സെൻഡ് നോക്കാം വരുമെന്ന്. അപ്പൊ ഞാൻ പറയുകയാണ്, ഈ മെയില് പുതിയ മെയിലാണ്. ആഡ് ദിസ് മെയിൽ ടു കോണ്ടാക്ട് ഗ്രൂപ്പ് നമുക്ക് കൊടുക്കാം. നേരത്തെ കോണ്ടെക്സ്റ്റ് ഉള്ള കാരണം ഹാലുസിനേഷൻ ബേസിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ കോണ്ടാക്ട് ബുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് റെസ്പോൺസ് സെൻഡ് ചെയ്ത് നോക്കാം. നമുക്ക് വർക്ക് ആവുമെന്ന് നോക്കാം. സെൻഡ് ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. മീൻസ് ഞാൻ നോക്കട്ടെ കേട്ടോ. എന്റെ സെൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ക്രിസ്റ്റീന ബിജു ആ ഇമെയില് കിട്ടിയോ എന്ന് കൺഫേം ചെയ്യാമോ? കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്ന മൊബൈലിൽ നിന്നാണോ കയറുന്നത്, അതെ പി സി നിന്നാണോ? മൊബൈലിൽ നിന്നാ. ഓക്കെ ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബേസിക് ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഞാൻ ഒരു കോണ്ടാക്ട് ആഡ് ചെയ്തു, അത് ക്രിസ്റ്റീന ബിജു റിസീവ് ചെയ്തു. ഇതേപോലെ തന്നെ നമുക്ക് വേറെ കുറെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂൾസ് നമുക്ക് NIT വെച്ച് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഈ ഏജന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു കലണ്ടർ ഇവന്റ് ക്രിയേറ്റ് ചെയ്യാം, വേണേൽ നമുക്ക് ടെലിഗ്രാം ആഡ് ചെയ്യാം. അങ്ങനെ കുറെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഇതിൽ ഓഡിയോ ക്ലിയർ അല്ലാതെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, പിന്നെ ഞാൻ എന്താ പറയാന്ന് വെച്ചാൽ, ആ പിന്നെ ഇന്നലെ ഞാൻ കുറച്ച് പേര് ടാസ്ക് സബ്മിറ്റ് ചെയ്ത് നോട്ടീസ് ചെയ്തിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ ഒരു 2 മണിയായപ്പോ ചുമ്മാ ഒന്ന് ടാസ്ക് എടുത്ത് നോക്കിയപ്പോ അതിനകത്ത് കുറെ പേര് രാത്രി 12:45 1 മണിക്കൊക്കെ ടാസ്ക് സബ്മിറ്റ് ചെയ്തേക്കണം. ഞാൻ വിചാരിച്ചത് എല്ലാവരും ഉറങ്ങായിരിക്കും എന്നാണ്. പക്ഷേ കുറെ പേര് 12 മണിക്ക്, ഒരാളെ നോക്കിയപ്പോ 4 മണിക്കൊക്കെ സബ്മിറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അത്രയും ഡെഡിക്കേഷൻ ഒക്കെ ഉണ്ടെന്ന് കണ്ടതിൽ നല്ല സന്തോഷമുണ്ട്. പിന്നെ പിന്നെന്താ, ബേസിക്കലി ഇത്രയൊക്കെ തന്നെ. പിന്നെ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന വർക്ക് ഫ്ലോ കാണാൻ താല്പര്യമുണ്ടോ ആർക്കെങ്കിലും? ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത വർക്ക് ഫ്ലോ കാണണം താല്പര്യമുണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, അപ്പൊ ഞാൻ സെൽഫ് പോസ്റ്റ് ആണ് ചെയ്തേക്കുന്നത്. പിന്നെ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എവിടെയൊക്കെ പൈസ ചെലവാക്കി എല്ലാം എവിടെയെങ്കിലും എഴുതി വെച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അത് കാരണം ഞാൻ നേരത്തെ എന്ന് പറഞ്ഞ ഒരു എക്സൽ ഷീറ്റ് ഞാൻ തന്നെ എല്ലാ ദിവസം രാത്രി എവിടെയാണ് GPay നോക്കിയിട്ട് എവിടേക്കാണ് പൈസ ഞാൻ കൊടുത്തത്, അത് കൊടുത്തു പറഞ്ഞ് മാനുവൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
പിന്നെയാണ് എന്നേറ്റ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം പരിചയപ്പെട്ടത്. ഇപ്പൊ ഞാൻ ആദ്യം ഉണ്ടായിട്ട് ഒരു ബേസിക് ഒരു എ ഐ സ്ലോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫുൾ എ ഐ ആണ്. അതായത് ഇതിപ്പോ കണ്ടോ, മൊത്തം എ ഐ ആണ് ചെയ്യുന്നത്. ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യണ എ ഐ, എന്താ ചെയ്യേണ്ടത് ഡിസൈഡ് ചെയ്യണ എ ഐ, പിന്നെ ഡാറ്റാബേസിൽ നിന്ന് ഫെച്ച് ചെയ്യണ എ ഐ, എല്ലാം എ ഐ ആണ് ചെയ്യുന്നത്. ഇത് സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാനുള്ള വർക്കോ. അപ്പൊ ഇതിന്റെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ വർക്ക് ചെയ്യും, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എപ്പോഴും വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ഫസ്റ്റ് ഡേ ഈ ബേസിക് ആയിട്ട് നോട്ട്സ് പഠിപ്പിച്ചെന്താന്ന് വെച്ചാൽ, ഞാൻ ചെയ്ത ഈ മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് കുറച്ച് നല്ല നോട്ട്സ് എനിക്കറിയാം. അതുകൊണ്ടാണ് ഫസ്റ്റ് ഡേ തന്നെ കുറെ പുതിയ പുതിയ നോട്ട്സ് എല്ലാം പറഞ്ഞു തന്നത്. കാരണം നിങ്ങൾ ഒരിക്കലും എല്ലാം ഏത് തന്നെ റിലീസ് ചെയ്യും. ഇതുണ്ടല്ലോ, എല്ലാം ഞാൻ റിലീസ് ചെയ്തിരുന്നു. കാരണം ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ മാത്രമാണ് നോക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു വിചാരിച്ചു ഇങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്തത് വെച്ചാൽ ഇത് ഉറപ്പായിരുന്നെങ്കിൽ ഞാൻ അപ്പൊ ഒന്നുകൂടി എനിക്ക് പണി കൂടെ ചെയ്തു. പിന്നെ ഞാൻ ഒന്നുകൂടി പഠിച്ചു അതിനെ കുറിച്ച് എങ്ങനെ എ യൂസ് ചെയ്തതിന്റെ നമ്മൾ ഈ എ വരുന്നതിന് മുമ്പ് തന്നെ ഈ സംഭവം ഉണ്ടായിരിക്കണം. അപ്പൊ അന്നേരം എങ്ങനെയാണ് ചെയ്തത് വെച്ച് സെർച്ച് ചെയ്ത് വന്നപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ വർക്ക് പോയത് ഈ 1, 2, 3, 4, 5 വർക്ക് പോയും എല്ലാം കണക്റ്റഡ് ആകും. ഈ ഇതാണ് എൻട്രി പോയിന്റ്. എൻട്രി പോയിന്റ് എവിടെയാണ് വരുന്നത്? ഇതിന്ന് വോയിസ് ബ്രേക്ക് ആണ്. വോയിസ് ചെറുതായിട്ട് എന്താണോ ക്ലിയർ ആണോ? ഇപ്പോഴും ഉണ്ട് ചെറുതായിട്ട്. ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ clear. ഓക്കെ. ഓക്കെ. ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഡേ പറഞ്ഞു തന്ന ഇറ്റ് നോഡ് ഉണ്ട്, സ്വിച്ച് നോഡ് ഉണ്ട്. അതെല്ലാം നോക്കിയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്ത കുറച്ച് പാരാമീറ്റേഴ്സ് ബേസ് ചെയ്തിട്ട് ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. എന്നിട്ട് ഇവിടുന്ന് അടുത്ത വർക്ക് ഫ്ലോ എക്സിക്യൂട്ട് ആവാണ്. അവിടുന്ന് വേറൊരു വർക്ക് ഫ്ലോയിലേക്ക് വരും. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ബേസിക്കലി വീണ്ടും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. പിന്നെ ഇത് ഒരു യു എക്സിന് വേണ്ടിയിട്ട് എല്ലാം വർക്ക് ആവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കൺഫർമേഷൻ മെസ്സേജ് വരിക, അതൊക്കെയാണ്. പിന്നെ പോസ്റ്റ്ലെസ് ഡാറ്റാബേസ് യൂസ് ചെയ്യുക, അതിനകത്ത് സിമിലാരിറ്റി ചെക്ക്, അങ്ങനത്തെ കുറെ പരിപാടി ചെയ്യും. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും കാറ്റഗറി ഡിറ്റക്ട് ചെയ്തില്ലെങ്കിൽ അതൊന്നുകൂടി എന്തെല്ലാം വെച്ച് ക്ലാസിഫൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് കൺഫർമേഷൻ ചോദിക്കും. അങ്ങനെ നിങ്ങളുടെ ഇമാജിനേഷൻ ആണ് ഇതിനകത്ത് ലിമിറ്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റും അതെല്ലാം ഈ എന്നേറ്റിനോട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ എന്നേറ്റ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഇതേപോലെ ഒരു ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എനിക്ക് ടെലിഗ്രാം ബോട്ട് ഉണ്ടാക്കുന്ന എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും വലിയ സംഭവം ഉണ്ടാക്കണമെന്നല്ല. എന്റെ ഫസ്റ്റ് ടെലിഗ്രാം എന്നേറ്റിന്റെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു PDF കംപ്രസ് ചെയ്യണ ഒരു വർക്ക് ആയിരുന്നു. അത് ബേസിൽ ഒരു 4 hour കൊണ്ട് തീരുന്ന പരിപാടിയായിരുന്നു. പക്ഷെ അത് ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഉണ്ടാക്കിയ സംഭവം തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ നിങ്ങൾ ഇതേപോലെ ഓരോന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ചെയ്യുക. ടെലിഗ്രാം എന്നേറ്റം വീണ്ടും വീണ്ടും യൂസ് ചെയ്തിരിക്കുക. കുറെ നോഡ് നിങ്ങൾ ഫസ്റ്റ് ഡേ കണ്ടപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വന്ന് വെച്ച് എന്നേറ്റിന് പാടാണെന്ന് വെച്ച് ആരും ഇരിക്കരുത്. എപ്പോഴും എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ആയിരിക്കും ചോദിക്കാനുണ്ടോ? ക്ലിയർ ആണോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ. ചേട്ടൻ ഇപ്പൊ പറഞ്ഞ സെൽഫ് ഹോസ്റ്റിംഗ് എന്ന് വെച്ചാൽ അപ്പോ ചേട്ടന് എന്നേറ്റൻ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടോ? അങ്ങനെയാണോ? അതെ അതെ. ഫ്രീ ആയിട്ടെന്ന് പറയാം. പക്ഷെ കുറച്ച് ലിമിറ്റേഷൻ അവരുടെ പേരിനകത്ത് കുറച്ചുകൂടി ഇത് കണ്ടില്ലേ. പിന്നെ ഇവിടെ ഇത് അവരുടെ എന്നേറ്റൻ ക്ലൗഡ് ആണ്. ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന വർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ബിൽഡ് വിത്ത് എന്നുള്ള ഫീച്ചർ ആണ്. ഇപ്പൊ ഞാൻ എൻ്റെ സെൽഫ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഇതെടുത്തിട്ട് ക്രിയേറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഇല്ല. എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല. എനിക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ അതേപോലെ ചെറിയ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അങ്ങനെ കുറെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. സെൽഫ് ഹോസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ്, അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ക്ലൗഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഗൂഗിളൊക്കെ ആക്സസ് ചെയ്യാൻ കുറച്ചൊരു എളുപ്പമാണെന്ന്.
അതിപ്പോ കാണിച്ചു തരാൻ പറ്റിയെന്ന് വെച്ചാൽ ഓക്കെ ഒരു മിനിറ്റ്. ഞാൻ ക്രിയേറ്റീവ് വർക്ക് കൊടുത്തു. ഈ ജിമെയിൽ സെർച്ച് ചെയ്യാണ്. ഇതിനകത്തുണ്ടോ ഞാൻ ക്രെഡൻഷ്യൽസ് സെറ്റപ്പ് ചെയ്ത് ജിമെയിലിലെ ക്രെഡൻഷ്യൽസ് ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടില്ല. ഇപ്പൊ ഇതേപോലെ ഒരു ഇന്റർഫേസ് അല്ല നിങ്ങൾ N8 ക്ലൗഡിൽ കണ്ടു. ഇവിടെ ഞാൻ ക്ലയന്റ് എഴുതി, ക്ലയന്റ് സീക്രട്ട്, അതെങ്ങനെ പറഞ്ഞ കുറെ സംഭവം ഗൂഗിൾ ക്ലൗഡ് കൺസോൾ എന്ന് പറഞ്ഞ അവിടെ പോയിട്ട് ക്രിയേറ്റ് ചെയ്ത് അവിടെ വേറെ ഈ സംഭവമില്ലേ ഇതൊക്കെ അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്ത് അങ്ങനെ കുറെ പണിയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ട്യൂട്ടോറിയലിൽ N8 ക്ലൗഡ് യൂസ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, പിന്നെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി, നല്ല ക്ലിയർ അല്ലേ, പറ്റിയല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാമോ? നിങ്ങളുടെ ഇന്നത്തെ കോമ്പറ്റീഷന് ഈ ക്ലാസ് നല്ല അത്യാവശ്യം കേട്ടിരുന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് കോമ്പറ്റീഷനിൽ ജയിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ, പറഞ്ഞുതരാം. 9 മണിയായത്. ഓക്കെ, ഹലോ, ഹലോ. ടാസ്ക് കൊടുത്തിട്ടില്ലല്ലോ? ഇല്ല ടാസ്ക് ടാസ്ക് കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടില്ല. എടാ, ഇല്ല. അത് ഞാൻ എന്താ പറയാമെന്ന് വെച്ചാൽ ഇപ്പൊ ഇത്രയും ടൈം ഇവർ ഇതിനു വേണ്ടി ഇരിക്കണല്ലായിരുന്നു, 2 മണിക്കൂറോളം ആയല്ല. ഇവർക്കൊരു ബ്രേക്ക് ആ. എടുക്കണ്ടേ? ഇപ്പൊ ഇപ്പഴേ ടാസ്ക് കൊടുക്കണോ? നിങ്ങളുടെ ഒരു അഭിപ്രായം പറയാം. നിങ്ങൾക്ക് ഇപ്പഴേ ടാസ്ക് വേണോ അല്ലെങ്കിൽ കുറച്ച് ബ്രേക്ക് എപ്പോഴാണ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടാസ്ക് ടാസ്ക് വേണ്ടത്? ഗ്രൂപ്പിലിട്ടാൽ മതി? നാളെ രാവിലെ മതിയോ അത് ഇപ്പൊ തന്നെ വേണോ? മെസ്സേജ് ചാറ്റ് ബോക്സിൽ ഇടാമോ ആരെങ്കിലും? ഒരാളിട്ടാ പോരാട്ടോ, കുറച്ച് പേര് ഇടണേ. അല്ലെങ്കിൽ ഒരാളുടെ ഒരു ഡിസിഷൻ കാരണം അത് അങ്ങനെ ആയി പോകില്ലേ. ആരെങ്കിലും ചാറ്റ് ബോക്സിൽ ഇടാമോ നാളെ? നാളെ മതി എന്നുള്ളവരൊന്ന് തംസ് അപ്പ് ഇടാമോ? ഹാൻഡ് റൈസ് ചെയ്താൽ ഹാൻഡ് റൈസ്. ആ, ഓക്കെ, ഹാൻഡ് റൈസ് ചെയ്യാമോ? ഓക്കെ, 16 പേരല്ലേ? 15 പേരല്ലേ? 16 ഇന്ന് തന്നെ ഇപ്പൊ തന്നെ ഇടണമെന്ന് പറഞ്ഞാല് ഹാൻഡ് റൈസ് ചെയ്തത് ബാക്കിയുള്ള ഓക്കെ, ഇപ്പൊ തന്നെ അപ്പൊ നമുക്ക് ഇടണമെന്ന് കുറച്ച് പേരുണ്ട്. നാളെ രാവിലെ ഇടാം. ഓക്കെ, ഇപ്പൊ തന്നെ ഇടണമെന്നുള്ളൊരു നാളെ ഇട്ടാൽ കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഇത്രയും നേരം നിങ്ങൾ ഇരുന്ന് ഭയങ്കര ഇതായിട്ടുണ്ടാവും, ബോറായിട്ട്. അതായത് നിങ്ങൾ ഇത്രയും നേരം ഇതായിട്ടിരിക്കണല്ലേ, അപ്പൊ ഇത്തിരി ഇതായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇതായിരിക്കും നല്ലത്. ഇത്രയും നിങ്ങൾ നാളെ നിങ്ങൾ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചത് 2 പ്രൊജക്ട് 2 വർക്ക് ഫ്ലോ കാണിക്കണം എന്നാണ്. പിന്നെ കാരണം എനിക്ക് അറിയാമായിരുന്നു എന്തായാലും പറഞ്ഞു വരുമ്പോ ഒരു കുറെ നേരം 8 മണി കഴിയും എന്ന് അറിയാമായിരുന്നു. അത് തന്നെ ഒരു പ്രൊജക്ട് വെച്ച് നിർത്തിയത്. അല്ലെങ്കിൽ നമുക്ക് 2 പ്രൊജക്ട് ചെയ്യാറുമല്ലോ. ഇപ്പൊ ഞാൻ നേരത്തെ എന്റെ വർക്ക് ഫ്ലോ കാണിച്ചോന്നില്ലേ, അതിന്റെ ഒരു ബേസ് ഒരു ചെറിയ മോഡൽ കാണിച്ചിരുന്ന വിചാരിച്ചത്. പക്ഷേ സമയമില്ല. ഇനിയിപ്പോ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മണി കഴിയും. അത് കാരണം നമുക്ക് ഇന്നത്തേക്ക് ഞാൻ മറ്റേതിന്റെ ഡോക്യുമെന്റേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ അത് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ഇതിന്റെ എല്ലാത്തിനും ഡോക്യുമെന്റേഷൻ പ്രൊവൈഡ് ആയിരിക്കും കേട്ടോ. ഡോക്യുമെന്റേഷൻ നാളെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോud സ്കില്ലിന്റെ സംഭവം ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. N8 എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. പിന്നെ ടെലിഗ്രാം നോഡ് ആഡ് ചെയ്യുമ്പോൾ സിമ്പിൾ മെമ്മറി എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ യൂസ് ചെയ്യാറുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡിസ് ആണ്. കാണിച്ചില്ലെങ്കിൽ നോക്കട്ടെ കേട്ടോ. ഇല്ല, ഇതാണ് ഞാൻ പുള്ളി റിലേ ചെയ്തപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം, ഇത്രയും വലിയ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. കാണുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നുമെങ്കിലും സംഭവം വലിയ കാര്യമായിട്ട് വർക്ക് ആവുന്നില്ല. ഓക്കെ,
അപ്പൊ നമ്മുടെ മീറ്റ് തീരാറായി. അപ്പൊ ഇന്നത്തെ ഇന്നത്തെ സെഷൻ അല്ല റെക്കോർഡ് സെഷൻ ഇന്നലെ ഗ്രൂപ്പ് ഇട്ടിട്ടില്ലേ ഇന്നലത്തെ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ കിട്ടുമെന്നാണ് ഉദ്ദേശിച്ചത്. ഇന്നത്തെയാണ്. ഓക്കെ. ഓക്കെ. ഇന്നത്തെ ഓക്കെ. ഞാൻ ഇന്നത്തെ വായിച്ചു. ഇന്നത്തെ ഇടാം. ഓക്കെ. പിന്നെ ഈ എലിജിബിലിറ്റി ഉള്ള ആൾക്കാരുടെ റൂൾസ് ഇതൊക്കെയാണ്. ഡേ 4 വരെയുള്ള ടാസ്ക് കംപ്ലീറ്റ് ആയിരിക്കണം. ഇന്ന് 10 മണിയാകുമ്പോൾ ഡേ 4 ടാസ്ക് ക്ലോസ് ചെയ്യും. പിന്നെ എല്ലാ സെഷനും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ നിങ്ങൾക്ക് ജെമിനയുടെ ഫ്ലാഷ് മോഡിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ കാർത്തിക് നിങ്ങൾക്കൊരു എ സ്റ്റുഡിയോന്ന് എങ്ങനെയാ റെഡീം ചെയ്യാൻ പറ്റുന്ന ഒരു വോയിസ് ഇട്ടിട്ടില്ലേ, അത് ഫോളോ ചെയ്തിട്ട് ജെമിനയുടെ ഫ്ലാഷ് മോഡിൽ മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫെയർ കോമ്പറ്റീഷൻ ആകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താണ് പ്രൈസ് എന്ന് നാളെ പറഞ്ഞാൽ പോരെ? ഇന്നറിയണോ? മാത്യു എന്താ ചെയ്യേണ്ടത്? ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻസ് പോകും. അല്ലെങ്കിൽ വിന്നർ ആയി കഴിഞ്ഞിട്ട് പറയണം. എങ്ങനെ എല്ലാവരും അഭിപ്രായം പറ. നാളെ എപ്പോഴാ ഇടുന്നേ? നാളെ എപ്പോ വേണം? എല്ലാരും നേരത്തേക്ക് എഴുന്നേക്ക്. എനിക്ക് തോന്നുന്നു എല്ലാരും എത്ര മണിക്ക് എഴുന്നേക്കണം രാവിലെ? ഇടാനായിട്ട് ഞാൻ എഴുന്നേക്കും. ഇല്ല, ഞാൻ നാളെ നേരത്തെ എഴുന്നേക്കും. പ്രൈസ് ഇപ്പൊ പറയണോ? നാളെ പറഞ്ഞാൽ മതിയോ? സൺഡേ ആണ്. പക്ഷെ ഞാൻ നാളെ നേരത്തെ പള്ളി പോണല്ലേ ചിലവർക്കൊക്കെ, അപ്പൊ രാവിലെ ഇടാൻ പറ്റില്ലല്ലേ? അല്ല, എർലി മോർണിംഗ് ഇടാൻ പറ്റില്ല. ഒരു 11 മണി 10 മണി കഴിഞ്ഞിട്ട് ഇടാൻ പറ്റുള്ളൂ എന്തായാലും ഇടുകയാണെങ്കിൽ തന്നെ. ഓക്കെ. അല്ലെങ്കിൽ നാളെ നൈറ്റ് ഇടേണ്ടി വരും. പ്രൈസ് നാളെ പറഞ്ഞാൽ മതിയാണോ? അപ്പേ പ്രൈസ് നാളെ പറഞ്ഞാൽ മതിയാവില്ല. എല്ലാവരുടെ അഭിപ്രായം എന്താ? നിങ്ങൾ ചാറ്റിൽ ഇട്. നാളെ പറഞ്ഞാൽ മതി. നാളെ നൈറ്റ് സീനില്ല. നാളെ നൈറ്റ് ആണെങ്കിൽ സീനില്ല. എല്ലാവർക്കും ടാസ്ക് ഇട്ട് കഴിഞ്ഞാൽ. ഓക്കെ. എന്നാൽ ടാസ്ക് വേണമെങ്കിൽ നാളെ നൈറ്റ് ഇടാല്ലേ? അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവർക്ക് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ വേണമെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് ഈ ഡേ 4 ഒന്ന് വീഡിയോ കണ്ടിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് സെറ്റ് ആയിരിക്കാം. ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത്. എന്നാ പ്രൈസ് എല്ലാം നാളെ ഇടാം. പിന്നെ ഒരു നാളെ ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും എന്താണ് ടാസ്ക് എന്ന് പറഞ്ഞ് ഗ്രൂപ്പിലേക്ക് ഇടാം കേട്ടോ. പിന്നെ ഞാൻ ക്ലൗഡ് സ്കില്ല് സംഭവം എല്ലാം ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ. ഓക്കെ. പിന്നെ ആർക്കെങ്കിലും എങ്ങനെ ഉണ്ടായി? ലാസ്റ്റ് ഡേ ആണ്. എങ്ങനെ ഉണ്ടായി ഇത്രയും ദിവസത്തെ സെഷൻ? ഡേ 1 മുതൽ കയറിയിട്ടുള്ള ആൾക്കാരെങ്കിലും ഇതിനകത്ത് കുറെ പേരുണ്ടല്ലോ. അവർക്ക് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ എങ്ങനെ ഉണ്ടായി സെഷൻ? ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായി? ഈ 5 ദിവസം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പഠിച്ചാൽ പുതുതായിട്ട്? ആരൊക്കെ ഈ എന്നേറ്റിന് കണ്ടിന്യൂ ചെയ്യും അതൊന്നും പറയാമോ? എടാ ആക്ച്വലി നിങ്ങൾ ഇവിടെ വെച്ച് കൃപ എന്തെങ്കിലും പറയാനാണ്? കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളതാണ്. നിങ്ങളിത് ഇവിടെ നിന്ന് നിർത്തി പോയി കഴിഞ്ഞാല് നിങ്ങൾ ഇത്ര ഈ 5 ദിവസം കൊണ്ട് പഠിച്ചതെല്ലാം വെറുതെ ആയി പോകുക. നിങ്ങൾ 5 ദിവസം കൊണ്ട് ഇനി പഠിച്ചതൊക്കെ വെറുതെ ആയി പോകും. കാരണം നിങ്ങൾ ഇപ്പം മനസ്സിലായി. ഇപ്പൊ മനസ്സിലായില്ലേ, ബേസിക്സ് മനസ്സിലായി. ഇനിയിപ്പോ നോക്കണ്ട, അത്യാവശ്യം അറിയാം. അങ്ങനെ വിചാരിച്ച് പോയി കഴിഞ്ഞാല് നിങ്ങൾ എന്തായാലും മറന്നുപോകും. ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാം മറന്നുപോകും. ഈ 5 ദിവസം കൊണ്ട് പഠിച്ചത്. നിങ്ങള് ആ ഗ്രൂപ്പിൽ നിങ്ങൾ ആരെങ്കിലും ഇതിന്റെ എന്റെ ഗ്രൂപ്പിൽ കയറിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ തന്നെ AIG ഗ്രൂപ്പിൽ, ഇൻട്രസ്റ്റ് ഗ്രൂപ്പിൽ കയറിയിട്ടുണ്ടാരെങ്കിലും? ഇതില് ചെയ്യാൻ പറ്റിയ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ സെക്കൻഡ് ഡേയില് ആര്യൻ ചേച്ചി കാണിച്ചതല്ലേ, ആ ചേച്ചിക്ക് ഡെയിലി ടാസ്ക് ഒരു ഓട്ടോമേഷൻ ചെയ്തു. പിന്നെ ഇപ്പൊ ഞാൻ എന്റെ ഡെയിലി ടാസ്ക് ഓട്ടോമേഷൻ ചെയ്തു. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലയന്റ് ഓൺ ബോർഡിംഗ് ഫോം ഓട്ടോമേറ്റ് ചെയ്യാം. അങ്ങനെ ഓപ്ഷൻസ് കുറെ ഉണ്ട്. കണ്ടുപിടിക്കേണ്ടതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത്ര നമ്മൾ ചെയ്താൽ മതി. എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി.